നാലാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ആമേൻ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചെടുക്കുന്നു. ഈ വാക്യത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 5 മീനും കർത്താവെ അങ്ങ് വർദ്ധിപ്പിച്ച് 5000 ജനത്തെ പോഷിപ്പിച്ച് നല്ല ദൈവമാകിയാൽ നന്ദി. ഈ വാക്യശകലത്തെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കരത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ഭക്ഷിച്ച് തൃപ്തി പ്രാപിപ്പാൻ തിരുമേനി ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാവരെ ക്രൂശിന് മുന്നിൽ ആത്മാവ് ശുശ്രൂഷകളെ നിയന്ത്രിക്കണം. ജനമേകാഗ്രതയോടെ, ഭയത്തോടെ, ഭക്തിയോടെ തിരുസന്നിധിയിരിക്കട്ടെ. അപ്പോൾ ചില ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കാര്യമടിച്ച് കേൾക്കാൻ നന്ദി പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 34-ന്റെ വാക്യം. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അവിടെ കാണുന്നത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി വാ തുറന്നതായിട്ട് നാമേ പറ. 2 നിലയിൽ വാ തുറക്കാറുണ്ട്. നമുക്ക് വേണ്ടി വാ തുറക്കാറുണ്ട്, ദൈവത്തിന് വേണ്ടി വാ തുറക്കാറുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ താങ്കൾക്കുള്ളവരല്ല, പിന്നെ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളവർ. നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അല്ലേ? ഇന്നലെ വരെ നമ്മൾ ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? ഇന്നലെ വരെ നമ്മൾ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി അല്ലേ? കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഇനി മുതൽ നിങ്ങൾക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല, കർത്താവിനുള്ളവർ. കർത്താവിനെ സ്തുതിക്കുന്നു. നാം ആർക്കുള്ളത്? കർത്താവിനുള്ളത്. ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നത് നല്ലതോ? നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ പിശാച് പറയാം, എൻ്റെ ആളാണ് അല്ലേ? കർത്താവിനെ സ്തുതിക്കുന്നു. പിശാച് പറയല്ല, എൻ്റെ ആളാണ്. നമ്മളിടയ്ക്ക് പറയാം, ഞാൻ കർത്താവിനുള്ളത് എന്ന് പറയുമ്പോൾ പിശാചിന്റെ പിടിയങ്ങ് വിടും. കർത്താവിനെ സ്തുതിക്കുന്നു. ഇടയ്ക്ക് നമ്മളത് പറയുന്നത് നല്ലതോ? കർത്താവിനെ സ്തുതിക്കും. ഓക്കെ, ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഇവിടെ ഈ മനുഷ്യൻ വാ തുറക്കാനൊരു കാര്യമുണ്ട്. അതിന് 33-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. കൊർന്നേലിയോസിന്റെ ഭവനത്തിലെ ജാതീയനായ മനുഷ്യനാണ് കൊർന്നേലിയോസ്. നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യൻ. കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ആളയച്ചു പത്രോസിനെ വിളിപ്പിച്ചിരിക്കുക. വായിച്ചു. നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഇവര് ദൈവത്തിന്റെ മുൻപായിരിക്കുക. എന്ത് കേൾക്കാനാ? ദൈവത്തിൽ നിന്ന് കേൾക്കാൻ. ആമേൻ പറ. നീ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാവരും ദൈവത്തിന് മുൻപേ ഇരിക്കുക. എന്ത് കേൾക്കാനാ? ദൈവത്തിൽ നിന്നുള്ളത് കേൾക്കാൻ. ഇന്ന് പകൽ നാം എന്ത് കേൾക്കാനിരിക്കുന്നത്? ദൈവത്തിൽ നിന്നുള്ളത് കേൾക്കാനിരിക്കും. കർത്താവിനെ സ്തുതിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ. എന്ത് കേൾക്കാനാ? ദൈവത്തിൽ നിന്നുള്ളത്. പത്രോസ് അതുകൊണ്ട് വാ തുറന്നു. ആർക്ക് വേണ്ടി തുറന്നു? ദൈവത്തിന് വേണ്ടി തുറന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഈ മനുഷ്യൻ സുവിശേഷ ഭാഗങ്ങളിൽ, ഈ പത്രോസിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, പക്ഷെ അതിനകത്ത് 1-2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കർത്താവിനെ സ്തുതി. ഏത് ആത്മീയനും അവൻ വാ തുറക്കുന്നത് പലപ്പോഴും അവന്റെ കാര്യത്തിന് വേണ്ടിയായിരിക്കും. തനിക്ക് വേണ്ടി തന്നെ തുറക്കും. പക്ഷെ ദൈവത്തിന് വേണ്ടി തുറക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലായിരിക്കും. കർത്താവിനെ സ്തുതിക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് പകൽ 8 തൊട്ട് 10 വരെ നമ്മൾ വാ തുറന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? കർത്താവിന് വേണ്ടിയായിരിക്കും തുറക്കും അല്ലേ? കർത്താവിനെ സ്തോത്രമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കർത്താവിനെ സ്തുതിച്ച് വചനം കേട്ടപ്പോൾ ആമേനൊക്കെ പറഞ്ഞു. ഇത് ആർക്ക് വേണ്ടി പറഞ്ഞു? കർത്താവിന് വേണ്ടി നമ്മൾ പറഞ്ഞു. കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ഈ പത്രോസ് ഒരിക്കൽ വളരെ കഠിനത്വനാണ്. താൻ മുക്കുവനാണ്. താൻ ജോലി ചെയ്ത് അതിനകത്ത് വലയ്ക്കകത്ത് മീനൊന്നും കയറാതെ കർത്താവിന് നിരാശനായി നിൽക്കുന്ന ഒരു രംഗം, ഗെരസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുന്ന ഒരു രംഗം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. ഈ മുക്കും വല ഇറക്കിയിട്ട് ഒരു മീൻ പോലും കയറാതെ വരിക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാടില്ല. വല ഇറക്കില്ല ഒരെണ്ണമെങ്കിലും, പക്ഷെ ഒരെണ്ണം പോലും കയറാതെ വലിച്ചു കയറ്റിയ വല പലതുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. പല മുക്കുവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. കയറിയ മീനെല്ലാം വല കീറി നഷ്ടപ്പെട്ടിട്ട് കാലിയായിട്ട് വന്ന് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്തു.
പക്ഷെ ഈ മനുഷ്യൻ കർത്താവ് നോക്കുമ്പോൾ ഗനസരത്ത് തടാകത്തിന് കരയിൽ ശിമോൻ പത്രോസ് നിൽപ്പുണ്ട്, ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, രണ്ടുപേരും നിൽപ്പുണ്ട്. ഇവര് മീനൊന്നും കിട്ടാതെ വലയൊക്കെ കഴി നിൽക്കുന്ന സമയത്ത് കർത്താവ് എന്നിട്ട് ഈ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പടകം എനിക്കൊന്ന് ആവശ്യമുണ്ട്. കർത്താവ് കുറച്ചു നേരം നോക്കി നിന്നു. ഈ രണ്ട് പടകം നിൽപ്പുണ്ട്. പക്ഷെ എന്നിട്ട് രണ്ടുപേരും നിൽപ്പുണ്ട്, രണ്ടുപേരും വല കഴുകുന്നുണ്ട്, രണ്ടുപേരും നിരാശരാണ്. അധ്വാനത്തിൽ അവർക്കൊന്നും കിട്ടിയിട്ടില്ല, വളരെ നിരാശയിൽ നിൽക്കുക. പക്ഷെ അവർ വല കഴുകുക, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മുക്കുവനൊരു പ്രത്യേകതയുണ്ട്, 10 ദിവസം പണി കിട്ടിയില്ലേലും അവന് പ്രത്യാശവും ഈ കടലിനകത്ത് മീനുണ്ട്. ആമേൻ പറ. അത് തരാൻ ഞങ്ങളുടെ അധ്വാനത്തിൽ ഇന്നല്ല നാളെ അത് കിട്ടും. കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവർ വല കഴുകുന്നത്, കർത്താവിനെ സ്തോത്രം ചെയ്യും. വിശ്വാസിക്ക് അത് ഉണ്ടാകേണ്ടത് നല്ലതാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ 10 ദിവസം വല ഇറക്കിയിട്ട് മീൻ കയറിയില്ലെങ്കിൽ 14 ദിവസം മീൻ കയറും. അതുകൊണ്ട് അവർ വല കഴുകുന്നു. പ്രതീക്ഷ 10 ദിവസം പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ 14 ദിവസം റിസൾട്ട് ഉണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം അങ്ങനെ തന്നെ, അതിന് മാറ്റം വരില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രിയാണോ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിച്ചതിന് വളരെ സന്തോഷം, എനിക്ക് ഭയങ്കര മൈഗ്രീൻ ആയിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷെ അത് മാറി നന്നായി പഠിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആമേൻ പറഞ്ഞേക്കാമോ? കർത്താവിന് സ്പോട്ടിലൊരു കേസ് ഉണ്ടായിരുന്നു. വേറൊരു ആൾക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ നല്ല റിസൾട്ട് ആയിരുന്നു, ഒന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു, കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇങ്ങനെ ഒത്തിരി പ്രൈസ് റിപ്പോർട്ടും ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഗനസരത്ത് തടാകത്തിന് നിൽക്കുമ്പോൾ കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഈ രണ്ടുപേരെയും നോക്കിയിട്ട് ശിവന്റെ പടയിൽ കർത്താവ് കയറി. കർത്താവിനെ സ്തുതിക്കും. എല്ലാ പടയിലും കർത്താവ് കയറാറില്ല, ചില പടയിൽ കർത്താവ് കയറാറുണ്ട്. ആമേൻ. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് മുഖപക്ഷമൊന്നുമില്ല, പക്ഷെ കയറിയ പടകിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഇത്രയും പടകിനകത്ത് കർത്താവ് കയറി. പക്ഷെ ആയിരക്കണക്കിന് പടക് അപ്പുറം ഇപ്പുറമൊക്കെ കിടപ്പുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പടകിനായി സ്തോത്രം ചെയ്യും. പക്ഷെ കയറിയ പടക് നിരാശയുടെ പടക് അല്ലേ? ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയുന്നത്, ദാവീദിന്റെ കൂടെ 400 പേരുള്ള ഒരു ചർച്ച് ദാവീദിനുണ്ടായിരുന്നു. 400 പേരുണ്ട്. ഈ 400 പേരുടെ പാസ്റ്ററായിരുന്നു ദാവീദ്. പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ ദാവീദ് പറയുന്നത്, ദാവീദിന്റെ കൂടെ കൂടിയ 400 കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും, അവരുടെ പാസ്റ്ററാണ് ദാവീദ്. ഈ കടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? കടമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവർക്ക് സമാധാനം കുറവായിരിക്കും. ഒത്തിരി കടമുള്ളവരെ സംബന്ധിച്ചുള്ള സമാധാനം കുറവായിരിക്കും. എപ്പോഴും ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? ഈ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും. കടക്കാരന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞെരുക്കം, ജീവിതത്തിൽ എല്ലാ ഏരിയയിലും ഞെരുക്കമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഭയങ്കര പാടാണ്. അവർക്ക് ഒരു സന്തോഷം കാണുക. ഈ സന്തുഷ്ടി ഇല്ലാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരുടെ മുഖത്ത് ചിരിയും കാണുക. കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്ക് ജീവിതത്തിൽ സന്തുഷ്ടിയില്ല, അവർക്ക് ചിരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ സന്തുഷ്ടി ഉള്ളവർക്ക് മാത്രമേ ചിരിക്കാൻ കഴിയുള്ളൂ. നമ്മളിങ്ങനെ അതിന് പ്രവചനവും വെളിപ്പാടും എടുക്കണ്ട, വെറുതെ മുഖത്ത് നോക്കിയാൽ മതി. ചിലരുടെ മുഖം ഇങ്ങനെ വിഷാദ രോഗം പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തോ ഇല്ല, സന്തുഷ്ടിയില്ല. അപ്പൊ ദാവീദിന്റെ കൂട്ടത്തിൽ കടവും ഞെരുക്കവും സന്തുഷ്ടിയും ഇല്ലാത്ത ഈ ആൾക്കാർ കുറെ പേര് കൂടിയിരിക്കുക. 400 പേരുണ്ട്. ദാവീദ് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്തോത്രം വീഴാൻ ചാൻസ് ഉണ്ടാവും. കാരണം കടക്കാരന്റെ അകത്ത് ഉള്ള പ്രതീക്ഷ എന്ത്? എങ്ങനെ എൻ്റെ കടം? ദാവീദ് കടക്കാരിരുന്നിട്ട് അവരെന്ത് പറയുന്നത് അറിയാമോ? ദാവീദ്, നിനക്ക് കടം മാറ്റാൻ പറ്റുമെങ്കിൽ, നിന്റെ ശുശ്രൂഷ പറ്റുമെങ്കിൽ ഞാൻ 10 ആഴ്ചകൾ വരും, അല്ലെങ്കിൽ ഞാൻ ശൗലിന്റെ ഇറച്ചി പോകും. ഇതായിരിക്കും കടമുള്ളവരുടെ ചിന്ത, അതായിരിക്കും ആദ്യം വരുന്നത്. കർത്താവിനെ സ്തുതിക്കുന്നു. ഞെരുക്കമുള്ളവരാവാം. ഞങ്ങൾക്കൊരു വിശാലതയൊക്കെ എലീശയുടെ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം തീരെ ഇടുക്കവും ഞെരുക്കവുമാണ്. യോർദാന്റെ വൻകാട്ടി വൻ വൃക്ഷമുണ്ട്, പക്ഷെ നീ കൂടെ വരികയാണ്, നമുക്ക് പോയതെന്ന് മുറിച്ച് ഒരു വിശാലതയൊക്കെ വരുന്നത്. പക്ഷെ സങ്കീർത്തനത്തിന് ആത്മാവ് എഴുതി വെച്ചു, ഞെരുക്കത്തിൽ നിലവിളിച്ചാൽ വിശാലത വെളിപ്പെടും. അമ്മേ പറ. യോർദാന്റെ വൻകാട്ടി പോകേണ്ട കാര്യമില്ല. അമ്മേ പറ. ഞെരുക്കത്തിൽ എന്തോ ചെയ്യണം? നിലവിളിക്കണം. അവിടെ ദൈവം വിശാലത വരുത്തും. പക്ഷെ ദാവീദ് ഇവരുടെ നടുവിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സ്തോത്രം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം വീഴത്തിൽ ഒത്തിരി കടമുള്ളവനെ എങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഭയങ്കര പാടാണ്. ഞെരുക്കമുള്ളവനും പറ്റില്ല. പക്ഷെ ദാവീദ് അതിന്റെ നടുവിൽ ശക്തമായി പ്രസംഗിക്കും. പക്ഷെ ഈ വചനകത്ത് വെളിപ്പെടണ്ടേ? ഈ മനുഷ്യൻ ശക്തമായി പ്രസംഗിച്ചു കാണാം ദാവീദ്. പക്ഷെ ചില ചാപ്റ്ററുകൾ കഴിഞ്ഞപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ഉന്നം പിഴയ്ക്കാതെ എറിയുന്ന യോദ്ധാക്കളായി മാറി 400 പേര്. ഇതെങ്ങനെ സംഭവിച്ചത്? ദാവീദിന്റെ അകത്തുള്ള അഭിഷേകം,
ജനത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ അവരുടെ സ്ഥിതി മാറി, അവരുടെ അവസ്ഥ മാറി. ദാവീദിനെ പോലെ 400 പേരും യോദ്ധാക്കളായി. ഇപ്പൊ 401 യോദ്ധാക്കളായി, യുദ്ധാഭ്യാസികളായി മാറി. കർത്താവിനെ സ്തുതി. ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറി. കർത്താവിനെ സ്തോത്രം ചെയ്തു. ഈ 400 പേരുടെയും കടവും ഞെരുക്കവും സന്തുഷ്ടിയും ഇല്ലായ്മയും എല്ലാം കൂടെ ചേർന്നിട്ട് ദാവീദും അതുപോലെ ആകാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം സ്ഥിതി മാറ്റുന്നതാണ്. ഇന്ന് പകൽ നന്നായി തിരിച്ചറിയുക, ദൈവം നമ്മളെ ഒരു രാജകീയ അഭിഷേകം തന്നിരിക്കുന്നത് ആമേൻ ജനത്തിന്റെ സ്ഥിതി മാറ്റാനാണ്. ആമേൻ അനേക മനുഷ്യന്റെ സ്ഥിതി മാറ്റാനാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. അനേക മനുഷ്യരെ യുദ്ധാഭ്യാസത്തിനായി എഴുന്നേൽപ്പിക്കാൻ ദൈവം തന്ന രാജകീയ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്തു. അപ്പൊ ഇവിടെ കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആ പടക തിരഞ്ഞെടുത്തു. ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ ദൈവത്തിന് അവനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന് അവനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. പക്ഷെ ഒരു പടയിൽ പത്രോസ് ശീമോന്റെ പടയിൽ മാത്രമേ കർത്താവ് കയറി. നമ്മളെ പോലെ എത്രയോ പേർ ഒരുമിച്ച് നിന്നപ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ ശീമോന്റെ പടയിൽ കയറിയിട്ട് കർത്താവ് പറഞ്ഞു, ശീമോനെ കുറച്ചുകൂടെ പടക നീക്ക. ഈ മനുഷ്യരൊന്നും മിണ്ടുന്നില്ല. പടക് നീട്ടി കുറച്ചുകൂടെ ആഴത്തിലേക്ക് നീക്കി. ശീമോൻ അനങ്ങാതെ അവിടെ ഇരുന്നു. പടക് കൊടുത്തിട്ട് കർത്താവ് പ്രസംഗിക്കും. കരയിൽ ആയിരങ്ങൾ നിൽപ്പുണ്ട്. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മെസ്സേജ് കേട്ടോണ്ടിരിക്കും. എല്ലാവരും വിലപ്പെട്ട് ശീമോനും പടകിനകത്തിൽ സന്തോഷത്തിലേക്ക്. പക്ഷെ വീട്ടിൽ ഒരു രക്ഷയില്ല. കാരണം ശീമോൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന പണിയാണ്. ചില ആൾക്കാരുണ്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊക്കെ ചെയ്യും. പക്ഷെ ഇയാൾ പാപ്പരായിരിക്കും. എല്ലാ കാര്യം ചെയ്യും, ഭയങ്കര ഐഡിയ, എല്ലാ കാര്യം ചെയ്യും, എല്ലാ കാര്യത്തിനും പുള്ളി. ഇതുപോലെ ശീമോൻ പടക് കൊടുത്തു, പടക് നീക്കി കർത്താവിന്റെ കൂടെ ഇരുന്നു, ശുശ്രൂഷ നടക്കും. പക്ഷെ എല്ലാ മനുഷ്യരും കരയിൽ നിൽക്കുന്ന എല്ലാവരും വിലപ്പെട്ടു. ശീമോന്റെ വീട്ടിൽ മാത്രം ഒരു ഗതിയും ഇല്ല. ഒന്നാമേ പറഞ്ഞു. അപ്പൊ ശീമോൻ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു കാണും, ദൈവം ഒരു ഗതിയും ഇല്ല. പക്ഷെ ഇടയ്ക്ക് കർത്താവ് ശീമോനോട് പറയുന്നൊരു പദമുണ്ട്, നീ പടകിന്റെ വലത്ത് ഭാഗത്ത് വലയിറക്ക, ആഴത്തിലേക്ക് നിൽക്കി വലയിറക്ക എന്ന് പറയുന്നുണ്ട്. ശീമോൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശീമോൻ വാ തുറന്നിട്ട് പറഞ്ഞു, കർത്താവെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ശീമോൻ വാ തുറന്ന ആർക്ക് വേണ്ടിയാ? ശീമോന് വേണ്ടി. അമ്മ പറ പിടി കിട്ടിയ. ഇത്ര നേരം ശീമോൻ എന്താ കേട്ടോണ്ടിരുന്നത്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേട്ടോണ്ടിരുന്ന. അപ്പം ആയിരങ്ങളും കരയ്ക്ക് ബലപ്പെട്ട് നിൽക്കുക. യേശു കർത്താവിന്റെ മെസ്സേജ് കേട്ട് ഗിരിപ്രഭാഷണമൊക്കെ കേട്ട് ശക്തമായ ഒരു വിലപ്പെട്ട് നിൽക്കുക. ശീമോനും പടകിൽ നിൽക്കുക. പക്ഷെ ശീമോന്റെ അകത്തിരിക്കുന്ന എന്താ സംഭവം? രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ശീമോൻ വാ തുറന്ന ആർക്ക് വേണ്ടിയാ? ഇപ്പം ശീമോന് വേണ്ടി. പിടി കിട്ടുന്നുണ്ടോ? കർത്താവിനെ സ്തുതിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടി വാ തുറക്കണം. ആമേൻ പറ. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ നാവ് ഈ തിരുനാമ കീർത്തനം എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? തിരുനാമ കീർത്തനം പാടുവാനല്ലേ ഈ നാമം എനിക്ക് എന്തിന്? കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നാവ് എനിക്ക് എന്തിന്? കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ മനുഷ്യൻ കർത്താവിന്റെ ഇടയ്ക്ക് വാ തുറന്ന് തനിക്ക് വേണ്ടിയാ വാ തുറന്നു. കർത്താവേ രാത്രി മുഴുവൻ അധ്വാനിച്ചിരിക്കും, ഒന്നും കിട്ടിയില്ല, പക്ഷെ പടക് കൊടുത്തതാണ്. പക്ഷെ ശീമോൻ കർത്താവിന്റെ കൂടെയാണ്, പടകിനകത്താണ്, ഒന്നിച്ചാണ് ശുശ്രൂഷ നടക്കുന്നത്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ശീമോൻ ഇപ്പൊ വാ തുറന്നത് ശീമോന് വേണ്ടിയാ തുറന്നത്. പക്ഷെ അവൻ വാ തുറന്ന് പറഞ്ഞത് അവന്റെ സാഹചര്യം, അവന്റെ ഫാമിലിയുടെ സാഹചര്യമാണ് പറഞ്ഞു, സാമ്പത്തിക സ്ഥിതിയാണ് പറഞ്ഞു. പക്ഷെ കർത്താവ് എന്തോ ചെയ്തെന്നറിയാമോ? ആ പടക് നിറച്ചു. ആമേൻ പറ. കർത്താവിന്റെ കൂടെ നിൽക്കുന്ന ദൈവമക്കൾ ഒരുപക്ഷെ വാ തുറക്കുന്നത് അവൻ കർത്താവിന് വേണ്ടി അല്ലെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയാണേലും അതും സാധിച്ചു തരുന്നവരാണ് എന്റെ അപ്പൻ. പിടികിട്ടുന്നുണ്ടോ? ചോദിച്ചത് ഒരു നിറവാണ്, ദൈവം അത് കൊടുത്തു. ആമേൻ പറ. ശീമോൻ അത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല, ഇത്രയും ഒരു നിറവ് ശീമോൻ പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷെ അവന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവം ചെയ്തു. ആമേൻ പറ. എന്റെ കർത്താവിനോട് ചിലപ്പോൾ വാ തുറക്കുന്നത് സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും വാ തുറക്കുന്നത്. പക്ഷെ അത് തരുമ്പോൾ ഞാൻ ചോദിച്ചതിനേക്കാൾ അപ്പുറം എന്റെ ദൈവം അത് ചെയ്യും. കർത്താവ് വിശ്വസ്തനാ. പക്ഷെ ശീമോൻ ഇപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് കേട്ടെങ്കിലും വീടിന്റെ സ്ഥിതി ശീമോൻ കേട്ടപ്പോൾ ശീമോൻ ആദ്യം പറഞ്ഞു, കർത്താവേ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിന്റെ മേൽ ഒരു അത്ഭുതം ചെയ്തു. കർത്താവ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ കരുണയുള്ള ദൈവമാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. കരുണയുള്ള ദൈവം. അതുകൊണ്ട് ഒരാള് വേദനയോടുകൂടി ആ കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നവനല്ല എന്റെ ദൈവം. കർത്താവിനെ സ്തുതിക്കുന്നു. എന്തൊക്കെയോ ആകട്ടെ എന്ന് കാണിക്കുന്നവനല്ല ദൈവം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ സ്ഥിതി മാറ്റാൻ കഴിവുള്ളവനല്ല ദൈവം. അതുകൊണ്ട് നമ്മൾ ഈ ആണ്ടിലെ ദൂതാണ്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഓരോ ദിവസവും പറയേണ്ട വാക്യം പ്രഭാതത്തിൽ പറയണം, ദൈവം എന്റെ സ്ഥിതി മാറ്റും, ദൈവം എന്റെ ഫാമിലിയുടെ സ്ഥിതി മാറ്റും, ദൈവം എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറ്റും, ബിസിനസിന്റെ സ്ഥിതി മാറ്റും,
ആത്മീയ ജീവിതം. ഇന്നത്തെ സ്ഥിതി മാറും. ആമേൻ. ഇത് നാം തന്നെ പറഞ്ഞു തുടങ്ങണം. അപ്പൊ ശിമോൻ പറഞ്ഞു, ദൈവം ആ പടക് നിറച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ കർത്താവിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കുഞ്ഞെ ശിമോനെ, നീ പടകിൽ നിന്ന് ഒത്തിരി പേർ വിലപ്പെട്ടു, ശരിയാ. പക്ഷേ അവൻ ഒത്തിരി പേർ വിലപ്പെട്ടെങ്കിലും, ഒത്തിരി പേർ അനുഗ്രഹം പ്രാപിച്ചെങ്കിലും ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. കാരണം എനിക്ക് അവൻ ഈ ജനത്തെ ഉപദേശിപ്പാൻ പടക് തന്നത് നീയ. അവൻ പറ, പടക് തന്നവനെ മറക്കുന്നവനല്ല എന്റെ ദൈവം. എബ്രായ ലേഖനത്തെ കാണിക്കുന്നു, ഈ ശുശ്രൂഷകളെ സഹായിച്ച്, അവൻ ശുശ്രൂഷകന്മാരെ സഹായിച്ച് മുന്നോട്ട് പോയതിനെ കുറിച്ചൊരു എഴുത്ത് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അവൻ പറ, രണ്ട് കാര്യത്തിൽ, ഒന്ന് ശുശ്രൂഷകളെ സഹായിച്ചു, രണ്ട് ശുശ്രൂഷകരെ സഹായിച്ചു. ഈ രണ്ട് കാരണത്തിൽ ഒരു എഴുത്ത് എബ്രായ ലേഖനത്തിൽ കിടപ്പുണ്ട്. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അവൻ പറ, കരമടിച്ചില്ല പറഞ്ഞു. ഓ അത് എബ്രായത്തിൽ എഴുതിയ അതേ കാര്യമാണ് ഗെരസേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുന്ന ശിമോനോട് തമ്പുരാൻ അവൻ ഒറ്റ നോട്ടത്തിൽ യേശുവിന്റെ നോട്ടത്തിൽ കാണാൻ കഴിയും. ശിമോനെ, പടക് തന്ന നിന്നെ ഞാൻ മറക്കത്തില്ലടാ. പടക് നീ ശൂന്യമായി പോകത്തുമില്ല. പടക് കൊടുത്തവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് അവൻ കേരളത്തിനകത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് പടക് കൊടുത്ത ജനത്തെ അവൻ കൈവിടത്തില്ല. അവൻ പറ, നിന്റെ എല്ലാ മണ്ഡലങ്ങളും നിറയും. ഒരുപക്ഷെ നീ വാതുറന്ന് കർത്താവിന് വേണ്ടി ആയിരിക്കത്തില്ല, നിന്റെ വീട്ടുകാര്യത്തിന് വേണ്ടി ആയിരിക്കും, അതും നിറഞ്ഞിരിക്കും. ചിലപ്പോൾ വാതുറക്കുന്ന തൊഴിലിന് വേണ്ടി ആയിരിക്കും, അത് നിറയും. ചിലപ്പോൾ വാതുറക്കുന്ന മക്കളുടെ കാര്യത്തിന് വേണ്ടി ആയിരിക്കും, അതും ദൈവം നിറയ്ക്കാൻ വിശ്വസ്തനാണ്. ഏതിനു വേണ്ടി കുഞ്ഞ് നീ വാതുറന്നോ ആ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ആമേൻ. എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. പിടികിട്ടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അവരുടെ പേഴ്സണൽ പ്രേയറിനകത്ത് ഭൗതികമായാലും ശാരീരികമാണേലും മാനസികമാണേലും കുടുംബമാണേലും കുഞ്ഞുങ്ങളാണേലും ഏത് കാര്യമാണോ അവൻ വാ തുറന്ന് കർത്താവിനോട് ചോദിച്ചത്, അതിന്റെ മേൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ചോദിച്ചതല്ല ദൈവം തിരിച്ചു തരുന്നത്, ചോദിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം എന്ന് ദൈവത്തിന്റെ കരം വെളിപ്പെടും. കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം ഒന്നേ ഉള്ളൂ, പടക് തന്നത് നീയാണ്. ശിമോൻ ഇപ്പോൾ വാദമുണ്ട് തന്റെ കുടുംബകാര്യത്തിന് വേണ്ടി. പക്ഷെ ശിമോൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശിമോൻ ഈ നിറവ് കണ്ട് ഭ്രമിച്ചിട്ട് ശിമോൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് നിറവ് അല്ല എനിക്ക് വേണ്ടത്, നിറച്ച തന്നെയാണ് വേണ്ടത്. അവൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിറവിലോട്ട് അടക്കിയില്ല, നിറച്ചവനിലേക്ക് കണ്ണുടക്കിയാമൻ. എന്നോ പകൽ എല്ലാത്തിനെയും ദൈവമക്കൾ അവൻ നിറവിനപ്പുറമായി നിറച്ചവനിലേക്ക് നിന്റെ ഹൃദയം ഒന്ന് ഉടക്കിയാൽ എന്തും നിറവായിരിക്കും. അവൻ പറ, ഓ നിറച്ചവൻ നിന്നെ തുറത്ത് ഉടൽക്കമായ വിശ്വസി അന്തർജാലകം പ്രബുദ്ധന വിശ്വസ്തം ജനതീയ ശീമോൻ അവിടെ വാതർന്ന്. അങ്ങനെ രണ്ടാമത് ശീമോന് ഒരിക്കൽ ഈ കടലിൽ വെച്ചൊരു പ്രശ്നമുണ്ടായി. കടലിൽ വെച്ച് ശീമോൻ കർത്താവിനെ കണ്ടപ്പോൾ അങ്ങ് പേടിച്ചു പോയി. കാര്യം അന്നത്തെ യഹൂദന്മാർ നടുവിൽ ഇങ്ങനെ ചിന്തയുണ്ട്, ഈ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്നത് ഭൂതമാണെന്നൊരു ചിന്ത. കർത്താവിനെ സ്തുതിക്കും. പേടിച്ചു. ഇവര് വടയിലിരുന്ന് നോക്കിയപ്പം യേശു വെള്ളം കടലിന്റെ മീത് നടന്നു വരിക. ശീമോൻ പേടിച്ചു പോയി. അയ്യോ, ഭൂതമായിരിക്കും. ഒരിക്കൽ ഒരു കൊച്ചോ വീട്ടിൽ ഇങ്ങനെ അകത്ത് മുറി കൂടെ ഒരാൾ നടന്നു വരും. അമ്മ ഭൂതം. അപ്പൊ അമ്മ പറഞ്ഞു, ഭൂതമല്ല, അച്ഛനാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഇതുപോലെ ഈ കടലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ യേശു നടന്നു വരുമ്പോ ഭൂതമാണെന്ന് പേടിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഭൂതമല്ല, ഭൂതത്തിന് എന്നെ പോലെ കൈയും കാലം ഒന്നും ഇല്ല. കർത്താവിനെ സ്തുതിക്കുന്നു. ഭൂതം ആത്മാവാണ്, അതിന് കൈയും കാലമൊന്നും ഇല്ല. കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെ കൈയും കാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലർ പറയും, അയ്യോ എന്തോ കഷ്ടമായി പോയി, കൈയും കാലമൊന്നും ഇല്ലത്, എനിക്ക് കൈയും കാലമൊക്കെ ഉണ്ടല്ലോ, കയറിക്കോ എന്ന് പറയുമ്പോൾ അത് കയറും. മനസ്സിലായ? അങ്ങനെ കയറുന്നത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ പിശാച് കയറില്ല. അങ്ങനെ മനുഷ്യന്റെ ബോഡിയിൽ കയറിയിട്ട് അത് വെളിപ്പെടുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇവിടെ വന്ന് ആരോ പ്രസംഗിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ഭൂതം ഇളകിയ സമയത്ത് ഒരു ദൈവദാസനെ ഇതിനെ ഇറക്കുന്ന സമയത്ത് ചോദിച്ചു, എങ്ങനെയാ ഈ വ്യക്തിയുടെ മേൽ കയറിയത്? അപ്പം പിശാച് പറഞ്ഞു, ഇയാളവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പുല്ല് വെട്ടി കെട്ടിയിട്ടിട്ട് പറഞ്ഞു, കേറ് പിശാച് എന്ന് പറഞ്ഞു. അങ്ങനെ കയറിയതാ. ഈ പുല്ലെടുത്ത് തലയിലോട്ട് വെച്ച് ചുമന്നിട്ട് പോവുക പശുവിന് കൊടുക്കാൻ. അപ്പൊ പണി ചെയ്ത് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ച വെട്ടിയാണ്. അതുപോലെ ഈ പിള്ളേരെ കയറി പിശാചെന്ന് വിളിച്ചാലുണ്ടല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ ആയിരിക്കും, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ അതുപോലെ വെളിപ്പെടും. അങ്ങനെ ഭാര്യയെ കയറി പിശാചെന്ന് വിളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ മാലാഖയായിരുന്നു, ഇപ്പൊ അത് പിശാചായിട്ട് വെളിപ്പെടും. അപ്പൊ നമ്മൾ ഓർക്കുന്നത് എന്ത് സ്വഭാവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വല്ല വിളിക്കരുത്. മനസ്സിലായി? പോട്ടെ, കർത്താവിനെ സ്തോത്രം ചെയ്തു. പെട്ടെന്ന് അനുഭവിച്ചേക്കണേ. ഈ ശീമോന് ഉണ്ടോ? കർത്താവിനെ സ്തോത്രം ചെയ്തു. ഈ ശിമോന് കടലിന്റെ മേലെ കൂടെ കർത്താവ് നടന്നു വരുന്ന കണ്ടപ്പോ ഈ മനുഷ്യനെ പേടിച്ചപ്പം ആകെ ഭയപ്പെട്ടിട്ട് പറഞ്ഞു, കർത്താവേ
നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ. അപ്പൊ ഇയാള് അപ്പോഴും വാ തുറന്നു. ആർക്ക് വേണ്ടിയാ? ശിമോന് വേണ്ടി തന്നെ. എന്തിനാ? ഭയപ്പെട്ടിട്ട് അല്ലെ? ഭയപ്പെട്ടിട്ട്. എവിടെയെങ്കിലും പോകുമ്പോ കർത്താവേ നീ കാത്തുകൊള്ളണേ. എന്തിനാ? ഭയപ്പെട്ടിട്ട് അല്ലേ? ഭയപ്പെട്ടിട്ട് ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഭയപ്പെട്ടു. അപ്പോഴും വാ തുറന്ന ആർക്ക് വേണ്ടിയാ? ശിമോന് വേണ്ടി തന്നെ. ഇനി നിങ്ങൾക്കറിയാമോ, യേശുവിനെ ഗെത്സമനയിലേക്ക് പിടിച്ചോണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ശീമോൻ പുറകെ പോകുന്നുണ്ട്. ഭയങ്കര കൂറുള്ള മനുഷ്യന്. കർത്താവിന്റെ പുറകെ പോകും, അവനെ സ്തുതിക്കും. പക്ഷെ കൂടെ നടക്കാൻ ചെറിയ പേടി. കാര്യം എന്താണെന്ന് അറിയാം, കൂടെ നടന്നാൽ അകത്ത് പോകുന്ന ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ശീമോൻ ഇച്ചിരി അകലം വിട്ട് നടക്കാം. വചനത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ ശീമോൻ അകലം വിട്ട് നടക്കും. കർത്താവിനെ അകത്ത് പോകുന്നുള്ള പേടിയുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിക്കരുത്തി ചോദിച്ചു, നീയും നസ്രേന്റെ കൂടെ? കോട്ടവായി ഉറക്കവും പിള്ളേരെയൊക്കെ നോക്കുന്നൊരു നാമേനും പറ. അവനെ സ്തുതിക്കും. ചിലത് ഇങ്ങനെ തൂങ്ങിയിരുന്നിട്ട് അതിനാണ് ഈ കർച്ചിപ്പ് എന്ന് പറഞ്ഞൊരു സാരമില്ല. അതെ, കർച്ചിപ്പ് അല്ല, അവിടെ ഭയങ്കര ഒപ്പിടാത് തനത് ഈ കർച്ചിപ്പ് എടുത്തിട്ട് തയ്ക്കാൻ പഠിക്കും. ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചില്ല, ചെയ്യരുത്. അതിനകത്ത് ദ്വാരെടുത്തേക്കണം. അല്ലെങ്കിൽ സാരിയുടെ മുമ്പെടുത്ത് കർത്താവിനെ സ്തുതിക്കും. കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര കാട്ടുറങ്ങി 2 മണിക്കൂറൊക്കെ കണ്ണിಗೆ തുറച്ചു പിടിച്ചൊക്കെ നിൽക്കും. കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഒരു നാഴികയെങ്കിലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? കർത്താവിനെ സ്തോത്രം ചെയ്തു. പോട്ടെ. ഈ മനുഷ്യൻ മൂന്നാമത് ഈ ബാല്യക്കാരത്ത് പറഞ്ഞു, നീയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്തോ പറഞ്ഞു, ഞാൻ അവനെ അറിയത്തുപോലില്ല. ഇപ്പൊ ആർക്ക് വേണ്ടി ഇയാൾ വാ തുറന്നേ? ശീമോന് വേണ്ടി. കർത്താവ് പടം കൊടുത്ത ആളാ. ഇപ്പൊ വാ തുറക്കുന്ന മുഴുവൻ എപ്പോഴും ആർക്ക് വേണ്ടിയാ? പുള്ളിക്ക് വേണ്ടി തന്നെ. ശിവൻ അറിയപ്പെടുന്ന യേശുവിന്റെ ശിഷ്യനാണ് അല്ലേ? വാ തുറക്കുന്നതൊക്കെ ആർക്ക് വേണ്ടി? ശിമോന് വേണ്ടി തന്നെ. ശിമോനും നമുക്ക് നമ്മൾ തുറക്കുന്ന വാ കർത്താവിന് വേണ്ടിയായിരിക്കും. കർത്താവിന് വേണ്ടിയായിരിക്കും. കർത്താവിനെ സ്തുതിക്കും. നമ്മുടെ വായിൽ എന്തോ വരണം? സ്തുതിയും ആരാധനയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും. വാ തുറന്നാൽ അത് കർത്താവിന് വേണ്ടി തുറക്കണം. കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനുഷ്യന്റെ ലൈഫിൽ 3 കാര്യത്തിന് അവൻ ഇങ്ങനെ തുറന്നു. പക്ഷെ ഈ 3 അവസ്ഥയിൽ കർത്താവ് കൈവിട്ടില്ല. പക്ഷെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ 10-ാം അധ്യായത്തിൽ വരുമ്പം ശിമോൻ വാ തുറന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ശിമോനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത നിലകളിൽ നീ ദൈവത്തിന് വേണ്ടി ഇപ്പൊ വാ തുറന്നത് എന്താ? ശിമോൻ പറയും, ഞാൻ ആത്മാവിൽ നിറഞ്ഞു. ആമേൻ പറ. ദാവീദ് സ്തുതിക്കുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദുഷ്ടൻ എന്റെ മുന്നിൽ ഇരുന്നപ്പോൾ എനിക്ക് നാവെടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ എന്റെ വചനധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ സംസാരിച്ചു. ആമേൻ പറ. പിടികിട്ടുന്നുണ്ട്. ഈ സ്തോത്രം പറയണേ പോലും അഭിഷേകത്തിന്റെ ഒരു ചലനം ഉണ്ടാകണം. കർത്താവിനെ സ്തുതിക്കും. ദൈവവചനം ഒന്ന് നമ്മളെ തൊട്ടാലേ അകത്തുനിന്ന് സ്തോത്രം വരത്തുള്ളൂ. ആമേൻ പറ. ഇല്ലെങ്കിൽ സ്തോത്രം വരില്ല. കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇതേ പ്രസംഗം പുറത്തുനിന്ന് പ്രസംഗിച്ച് നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കും, സ്തോത്രം പറയില്ല. അതേസമയത്ത് അകത്ത് ആത്മാവുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെന്തോ പറയും? സ്തോത്രം പറയും. കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ഭാഷ ആത്മാവിനെ അറിയാൻ പറ്റുള്ളൂ. ആമേൻ പറ. ആത്മാവിന്റെ ഭാഷ ആർക്കറിയാം? ആത്മാവിനെ അറിയാം. അപ്പൊ ആത്മാവിനുള്ളത് ആത്മാവ് എടുത്തിട്ട് ആത്മാവ് സ്തോത്രം പറയും. കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം പറയുന്ന യുവാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 10:34 ഇങ്ങനെ പറയുന്നു, ഈ മനുഷ്യൻ വാ തുറന്നു. എന്താ വാ തുറക്കാൻ കാര്യം? ഇപ്പൊ ശിവൻ പറയും, ഞാൻ അഭിഷേകത്താൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, ഞാൻ ആത്മശക്തിയാൽ നിറയപ്പെട്ടു. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വാ തുറക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടി വാ തുറക്കും? ഞാൻ ദൈവത്തിന് വേണ്ടി വാ തുറക്കും. ആമേൻ പറ. ഇന്ന് പകൽ ദൈവമക്കൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ വാ തുറക്കേണ്ടത് കർത്താവിന് വേണ്ടി തുറക്കണം. പിടികിട്ടുന്നുണ്ടോ? ഏത് നേരത്തും നാം വാ തുറക്കുന്ന ആർക്ക് വേണ്ടി തുറക്കണം? യേശുവിന് വേണ്ടി തുറക്കണം. കുടുംബജീവിതത്തിൽ വാ തുറന്നല്ലത് ആർക്ക് വേണ്ടി തുറക്കണം? യേശു കർത്താവിന് വേണ്ടി വാ തുറക്കണം. ശുശ്രൂഷകളിൽ വാ തുറന്നല്ലത് എന്തോ ചെയ്യണം? എഴുതിക്കതയല്ല, യേശുവിന് വേണ്ടി വാ തുറക്കണം. കർത്താവിനെ സ്തുതി. കർണരസമാകുമാറ് കിഴവിക്കഥ പറയരുത്. പകരം എന്ത് പറയണം? യേശുവിന് വേണ്ടി വാ തുറക്കണം. അവന്റെ വചനം പറയണം. കർത്താവിനെ സ്തുതിക്കുന്നത്. അതുപോലെ വചനം നമ്മുടെ കാലിന് ദീപപാതയ്ക്ക് പ്രകാശവുമാണ്. ശക്തമായി അവന്റെ വചനം പറഞ്ഞു തുടങ്ങണം. ഇപ്പൊ ഇവിടെ ശിവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വാ തുറക്കുന്നത് എന്റെ കർത്താവിന് വേണ്ടി വാ തുറക്കുന്നത്. ഇന്നലകളിൽ വാ തുറന്നത് എനിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അഭിഷേകത്തിൽ നിറഞ്ഞു, ആത്മശക്തിയിൽ നിറഞ്ഞു. എനിക്ക് നസ്രയനെ നന്നായി മനസ്സിലായി. അവന്റെ പുനരുത്ഥാന ശക്തി ഞാനിപ്പോ വഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാ തുറക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ശിവന് പറയാനുള്ളത്, എനിക്ക് മറ്റൊന്നും പറയാനില്ല. അവൻ പറ.
മറ്റൊന്നും പറയാനില്ല. കടത്തെ കുറിച്ചോ ഞെരുക്കത്തെ കുറിച്ചോ കാര്യം ഇപ്പൊ ആരെ അറിയാം? യേശുവിനെ അറിയാം. ശിവൻ എന്താ വീട്ടിൽ ടൈറ്റ് ആണ്, അത് പറയാത്തത് എന്താ? ശിവൻ പറയും യേശുവിനെ അറിയാം, ടൈറ്റ് മാറ്റുന്ന യേശുവിനെ എനിക്കറിയാം, അതുകൊണ്ട് ഇനി കടത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുകയല്ല. ശിവൻ എന്താ രോഗത്തെ കുറിച്ച് പറയാത്ത? സൗഖ്യമാക്കുന്ന യേശുവിനെ അറിയാം, അതുകൊണ്ട് ഇനി രോഗത്തെ കുറിച്ച് പറയുന്നില്ല. അത് വന്നാൽ അത്ഭുതം നടന്നിരിക്കും. കർത്താവിനെ സ്തുതിക്കുന്നു. എന്ത് വന്നാലും ഒരു മിറക്കിൾ നടന്നിരിക്കും, എന്ത് വന്നാലും ഒരു സാക്ഷ്യം പുറത്തു വരും. ഇത് അറിയാവുന്നവൻ പറഞ്ഞു ഇനി വാവറക്കുന്ന ആർക്ക് വേണ്ടി തുറക്കത്തില്ല, ദൈവത്തിന് വേണ്ടി തുറക്കും. ദൈവത്തിന് വേണ്ടി ശിവന്റെ കുടുംബത്തിൽ ഒരു പനി വന്നാൽ സൗഖ്യമാക്കുന്ന യഹോവയെ കുറിച്ച് ആ മനുഷ്യൻ പറയും, മഹത്വം ദൈവത്തിന് പോകും. ശിവന്റെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക ടൈറ്റ് വന്നാൽ ആമേ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. ആമേ അതുകൊണ്ട് കടമല്ല ഇനി പറയുന്നത്, രോഗമല്ല പറയുന്നത്, മഹത്വം തരുന്ന ദൈവത്തെ, വിടുതൽ തരുന്ന ദൈവത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തുറക്കുന്ന ഈ ആർക്ക് വേണ്ടിയായിരിക്കും? പിശാചിന് വേണ്ടി തുറക്കത്തില്ല, എനിക്ക് വേണ്ടി തുറക്കത്തില്ല, പകരം ഞാൻ യേശുവിന് വേണ്ടി വാ തുറക്കും. ഇന്ന് പകൽ അവിശ്വാസം പറയാതെ വിശ്വാസം പറഞ്ഞ് വാ തുറക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് നിന്റെ വാ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. ഉടമന കക്ഷി 10 ദിവസം പടവ് കൊടുത്തതുപോലെ ഈ പകൽ പറഞ്ഞ കർത്താവേ, എന്റെ വാ ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എന്റെ നാവ് ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എന്റെ സ്വരം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എന്റെ ചിന്ത ഞാൻ നിനക്ക് വേണ്ടി തരുന്നു. അവൻ എന്റെ ശബ്ദം ഞാൻ നിനക്ക് വേണ്ടി, ഞാനിനി സംസാരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിക്കും. ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി വാ തുറന്ന് പറഞ്ഞോളൂ. ഒരൊറ്റ വാക്യം പറഞ്ഞോളൂ, വായിച്ചു. ജീസസ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ പറ. ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ പറ. കർത്താവിന് ഭൂമിയിൽ മനുഷ്യർക്ക് മുഖപക്ഷമുണ്ട്, പക്ഷെ ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പൊ നമ്മുടെ സന്തോഷം അതാ, ദൈവത്തിന് മുഖപക്ഷമില്ല. കർത്താവിന് ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ള ഏറ്റവും വലിയ ഒരു സത്യം കിടക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ജനം ഏതാണെന്നറിയാമോ? ഇസ്രായേലായിരുന്നു, യഹൂദന്മാരായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ആ വാക്യം ഒന്ന് ഓടിച്ചു വായിക്കാമോ? റോമാലേഖനം 9-ാം അധ്യായത്തില് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചാൽ കാണാൻ പറ്റും. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഇതൊരു പ്രാഗൽഭ്യമാണ്. ആമേൻ പറഞ്ഞു. ഞാൻ ക്രിസ്തുവിൽ ഇപ്പൊ പറയുന്ന കാര്യം സത്യമാണ്. മനസ്സിലായോ? അങ്ങനെ പറയാൻ ഇച്ചിരി ധൈര്യം വേണം. ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു. മനസ്സിലായോ? ആരുടെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞ? ക്രിസ്തുവിന്റെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്. മനസ്സിലായോ? അത് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ട കാര്യമാണ്. അവിടെ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ ഇപ്പൊ എന്ത് സംസാരിക്കുന്നു? സത്യം സംസാരിക്കും. ചിലവർ അണുവർഷം സത്യം അല്ല, ക്രിസ്തുവിൽ ഞാൻ സത്യം പറയുന്നത് പറയണമെങ്കിൽ അത് ന്യായവിധി ദിവസത്തിൽ കണക്ക് വരും. ഇവര് കള്ളം പറയുമ്പോൾ അണുവർഷം സത്യമാണ്, അത് ശരിയായിരിക്കും. പക്ഷെ ക്രിസ്തുവിൽ പറഞ്ഞാലോ, കള്ളം പറഞ്ഞാൽ അവിടെ വെളിപ്പെടും. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു. അടുത്തത്, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ടെന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷി. ശ്രദ്ധിച്ച് കേൾക്കണേ, പരിശുദ്ധാത്മാവിൽ സാക്ഷിയാവും. അടുത്തത്, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടാ പുള്ളി പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ, കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ പറഞ്ഞത്, എന്റെ രക്ഷ നഷ്ടപ്പെടുത്തി നരകത്തിലോട്ട് പോകാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ ചാർച്ചക്കാരും എൻ്റെ ആൾക്കാരും യേശുവിനെ അറിയാൻ വേണ്ടി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറായിരുന്നു. ആമേൻ പറഞ്ഞു. ഇയാളുടെ വയറ്റിലെ നോവെന്ന് പറഞ്ഞ എന്തായിരുന്നു? ഈ കാര്യത്തിന് വേണ്ടി. ഹലോ, നമുക്കും വയറ്റിൽ നോവ് വേറെ വരാറുണ്ട്. അതുപോലെ ചക്കയപ്പം തിന്നിട്ടായിരിക്കും കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ ഈ മനുഷ്യന്, പൗലോസിന് വന്ന വേദന മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ആളുകൾ കേൾക്കുന്ന ദൂത് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ വളർച്ച പ്രാപിച്ച ആളുകൾ കേൾക്കുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ പിടികിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു വൈകാരികളക്കം വളരെ പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ ഇവിടെ ശരിക്കുള്ള ആത്മീയനെ അവിടെ കാണാൻ പറ്റും. ക്രിസ്തുവിന്റെ മനസ്സ് പൗലോസിൽ അവിടെ കാണാൻ പറ്റും. സമശിഷ്ടങ്ങളോടുള്ള ആ സ്നേഹം അവിടെ കാണാൻ പറ്റും. യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സ്നേഹിച്ച ആ സ്നേഹം പൗലോസിലൂടെ ഒഴുകുന്നത് ആ വരികളിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര സ്നേഹം അവിടെ പൗലോസ് പറയുന്നു, എന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി ഇന്ന് ഞാൻ ആയിരിക്കുന്ന ആ റിലേഷൻ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ശാപഗ്രസ്തനാകുക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനിൽ നിന്ന് വേർപെടുക എന്നുള്ളത്.
വേർപെട്ട് നരകത്തിലോട്ട് പോകേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറായിരുന്നു. എന്തിനു വേണ്ടിയാ? എന്റെ ചാർച്ചക്കാരെല്ലാം കർത്താവിനെ അറിയേണ്ടതിന് ഞാൻ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല. അയാളുടെ ആത്മാർത്ഥത കണ്ടോ? താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി തന്റെ അകത്തുള്ള നോവ് കണ്ടോ? ഹലോ, നമുക്ക് നോവ് വരുമ്പം അയമോദക സത്ത് കുടിച്ച് നമ്മൾ ആശ്വസിക്കും. ഈ മനുഷ്യന് ഒരു സത്ത് കുടിച്ചാൽ ആശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ ഈറ്റു നോവ് അനുഭവിക്കുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞ് എങ്ങനെ ഇവരുടെ അകത്ത് ആര് വെളിപ്പെടണം? യേശു വെളിപ്പെടണം, ക്രിസ്തു വെളിപ്പെടണം. അതുവരെ ആ മനുഷ്യൻ പ്രസവവേദനപ്പെടുക. അമ്മ പറ, ഈ തോത് നമ്മുടെ അകത്ത് കർത്താവ് നമുക്ക് ഇച്ചിരി പാടാ. കാര്യം നമ്മളിരിക്കുന്നവരെല്ലാം മറ്റൊന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ ഈ ദൈവമനുഷ്യൻ പറയാണ്, ഞാൻ അറിഞ്ഞ സത്യം എന്റെ ചാർച്ചക്കാരും അറിയണം. ഇല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, എന്റെ ചാർച്ചക്കാർ അതിനു വേണ്ടി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നാലും. ഈ പറഞ്ഞതിന്റെ ഗൗരവം എന്താണെന്നറിയാമോ? യേശു പിതാവിന്റെ ഹൃദയപ്രകാരം യേശു ചെയ്ത ഏറ്റവും വലിയ കാര്യം, നമ്മളെല്ലാവരും ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതിന് തന്റെ പുത്രനായ യേശു നരകത്തിലേക്ക് പോയി. ആമേൻ പറ. പിടികിട്ടുന്നുണ്ടോ? എന്താ സംഭവിച്ചതോ? പിതാവുമായിട്ടുള്ള ബന്ധം വേർപെട്ട് യേശു ശാപഗ്രസ്തനായി. അതേ പദം എടുത്തിട്ട് പൗലോസ് പറയാണ്, ഞാൻ യേശുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ശാപഗ്രസ്തനായാലും എന്റെ സമശിഷ്ടങ്ങൾ രക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആമേൻ പറ. പിതാവ് സ്വന്തം പുത്രനായ യേശുവിനെ ആദരിച്ചില്ല, യേശു തന്റെ ജീവൻ വിലയേറിയതായിട്ട് എണ്ണിയില്ല. എന്നിട്ട് യേശു ശാപഗ്രസ്തനായി നരകത്തിലേക്ക് പോയി. നരകത്തിലേക്ക് പോയി ആ നമുക്ക് വേണ്ടി സമശിക്ഷാവിധി, നമ്മുടെ അനുഭവിക്കുന്ന ശിക്ഷാവിധി യേശു അവിടെ കിടന്ന് അനുഭവിച്ചു. അനുഭവിച്ചത് കൊണ്ട് നമ്മൾ ഇന്ന് ഈ കൃപ അനുഭവിക്കുന്നു. ആമേൻ പറ. അതേ പദം അതേ മണ്ഡലത്തിൽ നിന്ന് പൗലോസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ഈക്വലന്റ് ആയിട്ട് നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞ ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. പിടികിട്ടുന്നുണ്ട്? ഞാനും അത് തന്നെ ആഗ്രഹിക്കും. തന്റെ ജീവിതമല്ല, ഫാമിലി അല്ല, മറ്റൊന്നുമല്ല. യേശു എന്തു ചെയ്തോ അത് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ആമേൻ പറ. നമ്മൾ ഏത് ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നു? നമുക്ക് പിടികിട്ടുന്നത് വളരെ കുഞ്ഞിക്കാര്യത്തിനകത്ത് പിണങ്ങുന്നവരാ, അല്ലേ? കർത്താവിനെ സ്തുതിക്കും. എങ്ങനെ പോണം? എത്ര ചങ്കോട്ടി പ്രസംഗിച്ചാലും ജനം ഒരുമിക്കത്തില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ അവരുടെ ആത്മീയ നിലവാരം കണ്ടോ? അവരുടെ ആത്മീയ നിലവാരം കണ്ടോ? കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ ആത്മീയ നിലവാരം, പൗലോസിന്റെ മനസ്സ് കണ്ടോ? കർത്താവിനെ സ്തോത്രം ചെയ്യും. ശക്തമായിട്ട് ആ മനുഷ്യൻ പറയും, എന്റെ ചർച്ചക്കാർക്ക് വേണ്ടി. അപ്പൊ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകേണ്ട ആത്മഭാരം എന്ന് പറയുന്നതാ. എങ്ങനെ എന്റെ കുടുംബത്തിൽ ജനിച്ച എന്റെ സഹോദരങ്ങൾ യേശു കർത്താവിനെ അറിയേണ്ടതിന് ഞാൻ നരകശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അവർ ഈ കൃപ അനുഭവിക്കണം. അതാണ് ഉള്ളിലെ ആഗ്രഹം. ആ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നാം പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു. കല്ല ഞാൻ പറയുന്നത് ആ ദൈവവേലയോടുള്ള ആത്മാർത്ഥത കണ്ട. നമ്മളിപ്പോ ഒരു വാസപ്രാർത്ഥന വെച്ച് 4, 3, 7 പേര് വറക്കാതിരിക്കുന്ന പോലല്ല. ഹൃദയം സ്തുതിക്കുന്നു. എന്ത് വില കൊടുത്തു, എന്ത് വില കൊടുത്തു, മറ്റെന്തിനേക്കാൾ എന്ത് വില കൊടുത്തു ഞാൻ അറിഞ്ഞ ഈ സത്യത്തിന് വേണ്ടി അവൻ നിൽക്കും. കർത്താവിനെ പൗലോസ് അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിലാ പറഞ്ഞത്. യേശു കൊടുത്ത ആ വില തന്നെ ഈ മനുഷ്യനും കൊടുക്കാൻ ആഗ്രഹിക്കും. കർത്താവ് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിതൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കും. അറ്റ്ലീസ്റ്റ് മറ്റാർക്കും വേണ്ടി നരകത്തിലൊന്നും പോകണ്ട, ഉള്ളവർ തമ്മിൽ തന്നെ സഹകരിച്ചാൽ മതി. ഒരു സഭയ്ക്കകത്തുള്ള കുടുംബങ്ങൾ പിണക്കങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒന്നോടൊന്ന് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ സ്വർഗം ഇറങ്ങി വരും. ഭയങ്കര സാന്നിധ്യമാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ കുറവും കുറ്റവും ഇഷ്ടം പോലെ കാണും. കാര്യം എല്ലാം വേറെ വേറെ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. പോരായ്മകൾ കാണും. വളർന്ന സാഹചര്യമൊക്കെ വ്യത്യാസമായിരിക്കും, സ്വഭാവവും ശീലമൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ കൃപ വരുമ്പോൾ ഇതെല്ലാം ഒന്നിക്കും. കർത്താവിനെ സ്തുതിക്കും. ശാഠ്യമുള്ളത് കാണും, നിർബന്ധ ബുദ്ധിയുള്ളത് കാണും, തന്നിഷ്ടക്കാര് കാണും, പല ടൈപ്പായിരിക്കും. പക്ഷെ അഭിഷേകം വരുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചിരിക്കും. പാടത്ത് നെല്ല് കൊയ്ത് അതിന്റെ ചുവടെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ, വെള്ളം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴിനിലവും കാണാൻ പറ്റുകയല്ല. മുഴുവൻ വെള്ളം കയറി കിടക്കും. എന്നോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. മുഴുവൻ വെള്ളം കയറി കിടക്കും. ഭയങ്കര രസം അത് കാണാൻ. അവിടെ കുഴിനിലമില്ല, ചേറ്റുകണ്ടങ്ങളില്ല. ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും ഒന്നുമില്ല. അത് ഉപ്പുപടനൊക്കെ ആയിട്ടിരിക്കും. കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ എന്താ? പുസ്തകം വായിച്ചാൽ മതി. കർത്താവിനെ സ്തുതിക്കുന്നു. കാര്യം വെള്ളം കയറി കിടക്കും, മുഴുവൻ വെള്ളം കയറി കിടക്കും. അവിടെ പോരായ്മകളൊന്നും കാണാനില്ല. ഭയങ്കര സന്തോഷമാണ്. ഇതുപോലാണ്
ചേറ്റുനിലങ്ങളും കുഴിനിലങ്ങളും ഒന്നുമില്ലാതെ അഭിഷേകം ഒഴുകി കഴിയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും സഭ. ആമേൻ പറ. ഇതെല്ലാം അടിയിപ്പോവും, മുകളിൽ അഭിഷേകം കൊണ്ട് നിറയും. കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്തു തുടങ്ങട്ടെ. നമ്മുടെ അകത്ത് കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് അഭിഷേകം ഇറങ്ങിയിട്ട് നമ്മെ പോരായ്മകൾ കാണാതെ നിരപ്പിന്റെ ഒരു മണ്ഡലം ദൈവാത്മാവ് ചെയ്തെടുക്കട്ടെ. ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറഞ്ഞ ഒരു കുടുംബം, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, മക്കൾ, അവര് നിരപ്പിലാകുക എന്നുള്ളത് ഏറ്റവും വലുത്. കരടില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തുറന്ന ഹൃദയത്തോടെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ ആ സ്തോത്രത്തിന് ശക്തിയുണ്ട്. എന്നാൽ പോരായ്മകളും കുറ്റങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, ക്രിസ്തു എന്നെ സ്നേഹിക്കുകയും എന്നോട് ക്ഷമ കാണിക്കുകയും ചെയ്തതുപോലെ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. ആമേൻ പറ. പിടികിട്ടുന്നുണ്ടോ? വീട് സ്വർഗമായിരിക്കും. ആമേൻ പറ. ക്രിസ്തു എൻ്റെ പാപം ക്ഷമിച്ചു തന്നതുപോലെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കും. ആ തീരുമാനം അകത്തുണ്ടെങ്കിൽ വീട് സ്വർഗമായിരിക്കും. ആമേൻ പറ. കർത്താവിനെ വിശ്വാസികൾ തമ്മിലുള്ള കാര്യം അത് തന്നെ. ഞാൻ എൻ്റെ സകലവിധ തെറ്റുകളും എൻ്റെ ജീവിതത്തിലെ സകലവിധ കുറ്റങ്ങളും കർത്താവ് എന്നോട് ക്ഷമിച്ചു. അതുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി എനിക്ക് തലവേദനയായിരിക്കും. പക്ഷെ എന്തോ ചെയ്യും? കർത്താവ് എന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് ഈ വ്യക്തിയോട് ഞാനും എന്ത് ചെയ്യും? ക്ഷമിക്കും. ഈ വ്യക്തിയോട് ഞാനും ക്ഷമിക്കും. അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ സ്തോത്രത്തിന് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് ശക്തിയുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ ഹൃദയം ഒന്ന് ട്യൂൺ ചെയ്തെടുത്തില്ലെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാൽ ഭയങ്കര ശാഠ്യമായിരിക്കും, ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരിക്കും. ദിവസങ്ങളും ആഴ്ചകളും പിശാച് കൊണ്ടുപോകരുത്, പിശാചിന് കൊടുക്കരുത്. കർത്താവിനെ സ്തുതിക്കുന്നു, വേഗത്തിൽ ക്രമീകരണം പ്രാപിക്കാം. പൗലോസ് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പ്രാപിച്ചു? നിരപ്പിന്റെ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ലോകത്തിൽ ലംഘനങ്ങളെ ദൈവം കണക്കിട്ടില്ല. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ലോകത്തെ ദൈവത്തോട് ദൈവം എന്ത് ചെയ്തു? നിരപ്പിച്ചു. ആര് മുഖാന്തരം? പുത്രനായ യേശു മുഖാന്തരം. അപ്പൊ ഇനി നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ വക്കൽ ദൈവം ഫലമേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തോട് അവൻ ജനത്തെ നിരപ്പിക്കുന്ന ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോലെ പറഞ്ഞ നമുക്ക് ആരോടെങ്കിലും നിരക്കാനുണ്ടോ? നമ്മുടെ സ്വന്തം കുടുംബത്തിനകത്തുള്ളവരോട് പോലും ഹൃദയം തുറക്കാത്ത നിലകളിൽ അടയപ്പെട്ട ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലുണ്ടോ? അപ്പനും അച്ഛനും മക്കളും ആയിട്ടുള്ള ബന്ധത്തിനകത്ത് ഹൃദയം തുറക്കാതെ അടഞ്ഞുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, ഇല്ല കർത്താവേ, നീ എന്നോട് ക്ഷമിച്ചതാണ്, നീ എന്നെ സ്നേഹിച്ചതാണ്. ഞാൻ ഇതാ തുറന്ന ഹൃദയത്തോടെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്താൽ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഒരു പറവനെ പോലെ ഇരിക്കാനേ കഴിയത്തുള്ളൂ. ഒരിക്കലും ദൈവത്തിന്റെ പ്രസാദം ലഭിക്കത്തില്ല. കർത്താവിനെ സ്തോത്രം ചെയ്തു. ദൈവം പ്രസാദിക്കണമെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്നവന്റെ മുന്നിലാണ് നാം ഇരിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം നഗ്നവും മലർന്നും കിടക്കുമ്പോൾ ഉള്ളതുപോലെ കർത്താവിനോട് പറഞ്ഞിട്ട് അവൻ ക്രമീകരണം പ്രാപിപ്പാൻ ദൈവജനം തയ്യാറാക്കണം. ആമേൻ. കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ശാപഗ്രസ്തനും സത്യമായി മനുഷ്യൻ പറയുന്ന തന്റെ സമശിഷ്ടങ്ങളോടുള്ള ആ ക്രിസ്തുവിന്റെ സ്നേഹം തന്നിൽ വന്നപ്പോൾ തന്റെ സമശിഷ്ടങ്ങളോട് ഉള്ള സ്നേഹം യേശു ക്രിസ്തുവിന്റെ കണ്ണിൽ കൂടെ നോക്കിയിട്ട് അതാ പറഞ്ഞത്, യേശു എന്നെ രക്ഷിപ്പാൻ നരകത്തിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ അതേ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് ആ മനുഷ്യൻ എന്ത് വിലയും കൊടുക്കും. ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് കിടപ്പില്ലേ? അവരെ സുവിശേഷം പറഞ്ഞ് ദൈവസന്നിധി കൊണ്ടുവരാൻ വില കൊടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്തു. അയ്യോ, എനിക്ക് തലവേദന, അല്ലെങ്കിൽ എനിക്ക് കാലുവേദന, എനിക്ക് നടുവേദന, പക്ഷേ ഇല്ല, അങ്ങനെ ഒന്നും പറയാനല്ല. ഇല്ല, ഞാൻ ചെയ്തേ പറ്റൂ. കാര്യം കാലുവേദന, നടുവേദന, തലവേദന ഒന്നും അല്ല വിഷയം. നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ പോലും 10 പേരെ രക്ഷിക്കാൻ ദൈവം എന്റെ മേൽ ഒരു കൃപ ഇട്ടിരിക്കുക. അവൻ പറ, കർത്താവിനെ അത് ചെയ്തേ എനിക്ക് പറ്റുള്ളൂ, നിർബന്ധം എന്റെ മേൽ കിടക്കുക. കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ഭാരമുള്ളവന് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും, ഇടമീറ്റിംഗ് നടക്കുമ്പോഴും, സഭായോഗം നടക്കുമ്പോഴും തെക്കുവടക്കം നടക്കാൻ കഴിയില്ല. ദൈവമക്കളെ, സമയം ഇല്ലെന്നല്ല, സമയം ഉണ്ടാക്കും. കർത്താവിനെ സമയം ഉണ്ടാവും. ശക്തമായ ഒരു പനി വന്നു, ഒരു വൈറൽ ഫീവർ വന്നു, 4 ദിവസം നമ്മൾ ബെഡിലായാൽ എന്തോ ചെയ്യും?
പോകാൻ പറ്റില്ല. കർത്താവിനെ സ്തുതിക്കും. സമയം ദൈവകാര്യത്തിന് ഉണ്ടാക്കണം. ആത്മീയ കാര്യത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു സമയം ഉണ്ടാകണം. കർത്താവ് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണം. പിതാവ് പുത്രന് അവൻ കാൽവരി ക്രൂശിലേക്ക് അവൻ പറഞ്ഞയച്ചത് കൊണ്ടല്ലേ ഈ കൃപ നാം അനുഭവിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നത്. പുത്രൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി ആ കാൽവരി ക്രൂശിൽ നിന്ന് നേരെ അധമപാതാളത്തിലേക്ക് പോയത് കൊണ്ടല്ലേ ഇന്ന് നാം ശിക്ഷാവിധിയില്ലാതെ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നത്. ആ വലിയ ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്നവർ അവൻ മുറിവേറ്റവരെ പോലെ ഇരിക്കരുത്. പകരം അവൻ മുറിവ് കെട്ടുന്നവരായി സന്തോഷത്തിൽ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം നാം കണക്ക് കൊടുക്കേണ്ടി വരും. അവൻ എല്ലാ വീട്ടുമുട്ടലും, എല്ലാ തിക്കലുകളും, എല്ലാ ശാഠ്യവും, എല്ലാ ദ്വന്ദ്വപക്ഷങ്ങളും, എല്ലാ ഗ്രൂപ്പിസങ്ങളും, പൈശാചികവും പ്രാകൃതവും അതെല്ലാം ഇന്ന് പകൽ പൊട്ടി പുറത്തു പോകട്ടെ. പണിയട്ടെ. അതൊക്കെ അങ്ങനെയുള്ള ദുരാത്മകൾ ശരീരത്തിൽ ഇറങ്ങിപ്പോകട്ടെ. യേശുവിന് മുഖപക്ഷമില്ല. അപ്പൊ പൗലോസ് റോമാലേഖനം 9-ാം അധ്യായത്തിനകത്തോ അവൻ താഴോട്ട് വായിക്കാമോ പറഞ്ഞ് യഹൂദനാണ് ദൈവത്തിന്റെ ജനം, കർത്താവ് അവർക്ക് മാത്രമേ ആരാധിക്കാൻ കഴിയുള്ളൂ. യഹൂദനെ കുറിച്ച് പറഞ്ഞു വരുന്ന 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. അവർ ഇസ്രായേലിയർ ദൈവത്തിന്റെ ജനമാണ്. യഹൂദന്മാർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ആർക്കാ ഉള്ളത്? ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ ജനത്തിനുള്ളതാ. നോക്കണേ, ദൈവത്തിന്റെ ജനത്തിനുള്ളതാ. ഇന്ന് അത്രയും ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? അവർ ഇസ്രായേലിയർ. അവരെന്ന് വായിക്കുന്ന നാട്ടിൽ നമ്മൾ ഇസ്രായേലിയർ, നമുക്ക് പുത്രത്വവും നമുക്ക് തേജസ്സും നമുക്ക് നിയമങ്ങളും നമുക്ക് ന്യായപ്രമാണവും നമുക്ക് ആരാധനയും നമുക്ക് വാഗ്ദത്തവും നമുക്കുള്ള. അമേൻ പറഞ്ഞേ. ദൈവത്തിന് മുഖപക്ഷയില്ല. യഹൂദനുണ്ടായിരുന്നതല്ല ഇന്ന് ആർക്കും ഉണ്ട്, നമുക്കുണ്ട്. അമേൻ പറ. കർത്താവിന് ദൈവത്തിന് മുഖപക്ഷയില്ല. യേശു ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് കാൽവരി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഏറ്റവും വലിയ പുള്ളിക്കും ഇന്ത്യയിൽ കിടക്കുന്ന ഏറ്റവും ചെറിയ പുള്ളിക്കും യേശു കൊടുത്ത വില ഒന്ന്. അമേൻ പറ. അവിടെ മുഖപക്ഷമില്ല. അവൻ വലിയ ഫാമിലിയാണ്, അവൻ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി, അവൻ നല്ല ധനികനാണ്, അവൻ നല്ല പുള്ളിയാണ്. അതുകൊണ്ട് ക്രൂശിൽ കൂടുതൽ വില കർത്താവ് കൊടുത്തില്ല. അപ്പൊ ഇവൻ അധമപാതാളത്തിലേക്ക് പോകേണ്ട പരമഭാവിയാ. അതുകൊണ്ട് ഇവന് ഞാൻ കുറച്ചില്ല. കർത്താവ് എല്ലാവർക്കും ഒരേ വില കൊടുത്തു. അവൻ പറയാമോ? ക്രൂശിൽ ചൊരിഞ്ഞ വില ഒരുപോലാണ്. യേശു മുഖപക്ഷം കാണിച്ചിട്ടില്ല. കർത്താവിനെ സ്തുതി. നമുക്ക് എല്ലാവർക്കും തന്ന വില ഒന്നാണ്. അവൻ പറയാമോ? അവരെ ക്രൂശിൽ കർത്താവ് ചെയ്ത വിലയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് അവന് മുഖപക്ഷം ഇല്ല. അവൻ പിടികിട്ടുന്നുണ്ടോ? യേശു ഒരു മുഖപക്ഷമില്ല. മനുഷ്യർക്ക് എന്തോ ഉണ്ടോ? മുഖപക്ഷമുണ്ട്. കർത്താവ് ഭക്ഷണം വിളമ്പിയ സമയത്ത് എങ്ങനെ ചെയ്തത്? കർത്താവിനെ സ്തുതിക്കുന്നത്. ഭക്ഷണം വിളമ്പിയ സമയം 5 അപ്പവും 2 മീനും വെച്ചിട്ട് പത്രോസിനോടും ബാക്കിയുള്ള ആൾക്കാരോടും പറഞ്ഞു വിളമ്പോ. അവർക്ക് കൊടുത്തു. എല്ലാവർക്കും അവിടെ ഇരുന്ന് ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷേ കുറച്ചു പേർക്ക് അപ്പവും മീനും, കുറച്ചു പേർക്ക് ഫ്രൈഡ് റൈസും കൊടുത്തില്ല. മനസ്സിലായി? വിളമ്പിയപ്പോൾ പന്തിയിലിരുന്ന് എല്ലാവർക്കും എന്ത് കൊടുത്തു? അപ്പൊ ഒരേ ഫുഡ് കൊടുത്തു. അമ്മ പറ. ഒരേ ഫുഡ് കൊടുത്തു. അമ്മ പറഞ്ഞേക്കാം. ഒരേ ഫുഡ് കൊടുത്തു. അവിടെ മുഖപക്ഷം ഉണ്ടായില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. മാറ്റി വെച്ചിട്ട് കുറച്ചു പേർക്ക് ഒന്ന്, കുറച്ചു പേർക്ക് വേറൊന്ന്. അത് ചെയ്യരുത്. അമ്മ പറഞ്ഞേക്കാമോ? നീ കൊടുത്താൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അമ്മ പറ. കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ട, കൊടുത്താൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അമ്മ പറഞ്ഞേക്കാമോ? കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ചെയ്യുന്ന വിടുതലുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ വിടുതലുകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. അവിടെ പത്രോസ് പറഞ്ഞു ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. യഹൂദന് കിട്ടേണ്ട സ്ഥാനം ഇപ്പൊ ആർക്കൂടെ കിട്ടി? നമുക്കൂടെ കിട്ടി. നമ്മളാരാണെന്നറിയാമോ? എഫെസ്യർ 2:11 കിടപ്പുണ്ട്. നമ്മൾ ആരാണ്? ഒന്ന് വായിക്കാമോ? എഫെസ്യർ 2-ാം അധ്യായം 11-ാം വാക്യം. ജീസസ് ആരെങ്കിലും എടുത്ത് വായിക്കും. എഫെസ്യർ 2-ാം അധ്യായം വായിച്ചു. 2:11 വായിച്ചു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മളാരായിരുന്നു? ജാതികളായിരുന്നു. യഹൂദനെ കുറിച്ച് കേട്ടല്ലോ. അവർക്ക് ആരാധനയുണ്ട്, ന്യായപ്രമാണമുണ്ട്, പുത്രത്വമുണ്ട്, തേജസ്സുണ്ട്, അല്ലെ? അവർക്ക് വാഗ്ദത്തമുണ്ട്. ഇതെല്ലാം അവർക്കുണ്ട്. ഇനി അവിടെ റോമാലേഖനം 9 വായിച്ചു വരുമ്പോൾ മശിഹയും അവർക്കുള്ളതായിരുന്നു, അല്ലെ? മശിഹയും അവർക്കുള്ളതായിരുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ നമ്മളെ കുറിച്ച് പറഞ്ഞു മുമ്പേ നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. അടുത്തത് ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. അടുത്തത് അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. കേട്ടായിരുന്നു? നമ്മൾ ആരായിരുന്നു? ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. ഇസ്രായേൽ പൗരത്വത്തോട്
സംബന്ധമില്ലാത്തവരും. നമുക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരും. ഇസ്രായേൽ പൗരന്മാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നേരത്തെ ഇല്ല, ആരുമില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധം. അപ്പൊ നമ്മൾ ആരാ? ജാതികൾ അല്ലെ? നമ്മൾ ആരാ? ജാതികൾ. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ ഭയങ്കര പാട് ഈ പൊതുവെ അത് കിടക്കുന്ന ഈ ക്രിസ്ത്യാനികളിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം. അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? പൊതുവെ ബാക്കി എല്ലാവരും ജാതികളാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ പൊതുവെ അങ്ങനെ ചിന്ത കിടപ്പം. കാര്യം എന്താണെന്നറിയാമോ? യേശുവിനെ അറിഞ്ഞിട്ടുണ്ടല്ലോ. പള്ളിയിൽ യേശു ഉണ്ടായിരുന്നു, ഉണ്ണീശു ഉണ്ടായിരുന്നു, വലിയ യേശു ഉണ്ടായിരുന്നു, എല്ലാ യേശു ഉണ്ട്. അപ്പൊ നമുക്കൊരു ചിന്ത എന്താ? ഞങ്ങളെ സ്വന്തം ജനം ഒരിക്കലുമല്ല കൂടിയ ജാതിയായിരുന്നു. ജാതി പ്രകൃതിയെ നമ്മൾ ആരാണ്? അതുകൊണ്ട് ഈ കത്തോലിക്കൽ ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നില്ലേ, നിങ്ങൾ വേറെ ജാതികളോട് പോയി എന്ന് പറഞ്ഞാരാ? ഞങ്ങളെ യഹൂദന്മാരെന്ന് നീ പറഞ്ഞു. മനസ്സിലായോ? അല്ല, ഒന്നാം തരം ജാതികളായിരുന്നു നമ്മൾ. അവരെ സ്തുതിക്കും. കഴിഞ്ഞ ദിവസം ആരാ ജോൺ ലോറൻസ് പ്രസംഗിച്ചപ്പോൾ ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ. പുള്ളി വേറെ അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കും. നമ്മളല്ല, ജാതികളാണ്. പക്ക ജാതികളാണ്. ഓക്കെ, അത് വായിച്ച്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യവും. വാഗ്ദത്തം എന്ന് പറയുന്ന സംഭവം നമുക്കില്ലായിരുന്നു. അതിൽ നമ്മൾ അന്യരായിരുന്നു. നമ്മളിപ്പോ എഴുതിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നീ ഇത് ചെയ്തേക്കണം, നിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ അല്ലേ? നമ്മളിങ്ങനെ ഫിലിപ്പിയൻ ലേഖനത്തിൽ പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും. കടവുള്ളവർ പ്രാർത്ഥിക്കേണ്ട വാക്യമാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ. വേറെ പരിഭാഷ എടുക്കുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വാഗ്ദത്വമാണ്. പക്ഷെ ഈ വാഗ്ദത്വം എടുക്കുമ്പോൾ യഹൂദൻ ചോദിക്കാൻ, കർത്താവ് ചോദിക്കും, നീ ആരാണ്? ജാതികൾക്ക് ഈ വാഗ്ദത്വം എടുക്കാമോ? 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നീ എന്റെ നിയമത്തെ അറിയിപ്പാനും എന്റെ വചനം നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? ഇതാരോട് ചോദിച്ചാൽ? ജാതികളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ എന്റെ നിയമത്തെ അറിയിപ്പാനും എന്റെ വചനം നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? അത് എടുക്കേണ്ടത് ആരാ? ദൈവജനം എടുക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദത്ത പ്രകാരം എനിക്ക് തലമുറ തരണം കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, കുഞ്ഞ് നീ ഏതാ? മനസ്സിലായോ? നമ്മൾ നേരത്തെ ആരായിരുന്നു? ജാതികൾ. ജാതികൾക്ക് തേജസ് അനുഭവിക്കാൻ വകയില്ല, ആരാധനയ്ക്ക് വകയില്ല, യേശുവിന്റെ നാമനാമലെടുക്കാൻ വകുപ്പില്ല. ജാതികൾക്ക് ഇതൊന്നുമില്ല, പുത്രത്വമില്ല. കർത്താവിനെ നിയമങ്ങളില്ല, അവർക്ക് നിയമങ്ങളില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞു വാഗ്ദത്തത്തോടെ നമ്മൾ അന്യരായിരുന്നു. അടുത്തത് ഒരു പ്രത്യാശയില്ലാത്തവരായിരുന്നു. ഒരു പ്രത്യാശയില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞിടെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പോയപ്പോൾ വലിയ ഞാൻ പറഞ്ഞു, ആരോ ചോദിച്ചു നിനക്ക് എന്തുണ്ടോ? അപ്പം പറഞ്ഞു, മുകളിൽ ആകാശം താഴെ ഭൂമിയിൽ. പുള്ളിക്കാരെ കല്യാണം കഴിക്കാൻ പോകും, ഒന്നുമില്ല പുള്ളിക്ക്. അപ്പൊ ആരോ ചോദിച്ചു നിനക്ക് എന്തുണ്ടോ? മുകളിൽ ഒരു ആകാശമുണ്ട്, താഴെ ഒരു ഭൂമിയുണ്ട്. കർത്താവിനെ സ്തുതിക്കും. വേറെ ഒന്നുമില്ല പുള്ളിക്കാൻ. എന്ത് ഭാവി പ്ലാനാ? കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ കേരളത്തിലെ മലയാളി കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിയാൽ, കുഞ്ഞ് നീ അടുത്തത് എന്താകാൻ പോകും? ഒരു പിടിയില്ല, ഒരു പിടിയില്ല. മിക്കവാറും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹം? അപ്പൊ അവരുടെ നാണം കാണും. കാരണം അവർക്ക് ഒരു ഐഡിയ ഇല്ല. ചെറിയ പ്രായത്തിൽ അവരെ പറഞ്ഞു പഠിപ്പിക്കണം. അവരെ പറഞ്ഞോണ്ടി നീ ഇന്നതാകേണ്ട ആളാണ്. കുഞ്ഞു പ്രായത്തിലെ അവരെ പറഞ്ഞ് ആ ഒരു ദർശനം അവരുടെ അകത്ത് വളർത്തിയെടുക്കണം. ശ്രദ്ധിച്ചു വാങ്ങിക്കും. കേരളത്തിൽ കൂടുതൽ ആൾക്കാർ, ഒരു ബാർബർ ഷോപ്പുകാരൻ്റെ മകൻ, അവൻ വീണ്ടും മുടി വെട്ടാൻ തന്നെ പോകുന്നു പിള്ളേര്. കാരണം അകത്തൊരു ദർശനം ഇല്ല. ആ പണി മോശമാണെന്ന് തന്നെ. പക്ഷെ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ അവർ മറ്റൊന്നായി തീരണമെങ്കിൽ ചെറുപ്രായം മുതലേ അവരുടെ അകത്ത് അപ്പനമ്മമാർ നല്ലൊരു ദർശനം പകർന്നു കൊടുക്കണം. എങ്കിലേ അവർ വരുള്ളൂ. ആ രീതിയിലേ അവർ വരുള്ളൂ. കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു മനുഷ്യൻ പറഞ്ഞു, പണ്ട് കാക്ക ഉണ്ടാക്കിയ കൂടുണ്ടല്ലോ, കാക്ക കൂട് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നത്തെ കാക്ക ആ കൂട് തന്നെ ഉണ്ടാക്കണം. ശരിയല്ലേ? ഒരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ തള്ള കാക്ക പറഞ്ഞു കൊടുത്തില്ല കുഞ്ഞു കാക്കയോട്, കൂട് കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ആക്കണം അല്ലേ, വാർത്ത് വെക്കണം, കൂര പോലെ വെക്കണം, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ കുഞ്ഞിക്കാക്ക എന്ത് കണ്ടു? തള്ളക്കാക്ക ഉണ്ടാക്കുന്ന കൂട് കണ്ടു. അതുകൊണ്ട് 100 വർഷം മുമ്പ് ഉണ്ടാക്കിയ കാക്കയുടെ കൂട് തന്നെയാണ് ഇപ്പോഴത്തെ കാക്ക. ശരിയല്ലേ? ശരിയാണ് അല്ലേ? കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം
കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പിള്ളേർ ഇരിക്കുമോ? ഇരിക്കില്ല. ഈ കാക്ക കാണിച്ചു കൊടുക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ മകൻ അപ്പനാകാൻ നേരത്ത് മകനും ഇരിക്കുകയല്ല, മകൾ വലുതായി അമ്മയാകാൻ നേരത്ത് അവളും ഇരിക്കുകയല്ല, കുഞ്ഞുങ്ങൾ ഇരിക്കുകയല്ല. പകർന്നു കൊടുക്കണം. മാതാപിതാക്കന്മാർ പകർന്നു കൊടുക്കണം. കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നിങ്ങൾ ഈ അബുദാബി ചെന്ന് അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ ഇറങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കണ്ട അറിയാൻ പറ്റും. ബസ് സ്റ്റാൻഡിൽ നിറച്ച് പുല്ല്, നല്ല രസമാണ്. ആ പുല്ലേ കൂടെ നടക്കുമ്പം ഈ സൗന്ദര്യ മത്സരത്തിൽ പോകുന്ന പെമ്പിളാരെ പോലെ ഇരിക്കും. ഒരു മര്യാദ നടക്കത്തില്ല, ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രധാന സീൻ എന്ന് പറഞ്ഞാൽ നേരെ ചോട് വെക്കുക. സാധാരണ നടക്കുമ്പോൾ എങ്ങനെ സാധാരണ നമ്മുടെ നടപ്പിന്റെ പൊസിഷൻ എന്താ? ഒരു ലൈൻ ഇട്ടാൽ ഒരു കാല് ഈ ലൈനിന്റെ ഇപ്പുറത്തും ഒരു കാലിന്റെ ഇപ്പുറത്തും വരണം. നമ്മുടെ ഈ ഷോൾഡറിന്റെ വിരിവുണ്ടല്ലോ, ആ അകലത്തിൽ വേണം നടക്കാൻ. കർത്താവിന് അതാണ് ആരോഗ്യപരം. ബാലൻസിങ് അങ്ങനെ നേരെ കിടക്കുക. ഇതില്ലേ കർത്താവിനെ സ്തുതി. അവിടെ നടക്കുമ്പോൾ ആ ലെവലിൽ നടക്കാം, മനസ്സിലായി? ഈ ലെവലിൽ നടക്കാം. എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നടുവേദന ചില നിൽക്കുന്നുണ്ട്, ഈ നടുവേദന വരുന്നത് രണ്ട് കാലിലും വെയിറ്റ് ഒരുപോലെ വരും. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ഞാൻ ആ പുല്ലേ കൂടെ നടന്നപ്പോ നല്ല സുഖം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നടന്നു പുല്ലേ കൂടെ. അപ്പൊ പുല്ല് താഴോട്ട് പോകും, പിന്നെ പൊങ്ങും. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നടക്കാൻ. അപ്പൊ ജംസം മാസ്റ്റർ അവിടെ നിന്ന് പുള്ളി ബസ് നോക്കുക പോകാനാണ് നോക്കുമ്പോ ഞാൻ പുല്ലേ കൂടെ നടക്കാൻ. പുള്ളി ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ച് വലിച്ച് കരക്കേ. നിങ്ങൾ ഇത് അകത്ത് പോകും. ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഇതിലേക്ക് നടക്കാൻ വയ്യ. നമ്മൾ പിന്നെ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ എനിക്കറിയാമോ, ആലപ്പുഴയിലാണ് നമുക്കറിയാം ഇതിലൂടെ നടക്കണം, ഇതിലൂടെ നടക്കരുത്. പക്ഷെ ഇവിടെ ഇതിൽ ചവിട്ടാൻ പാടുള്ളത് ഭാഷന്റെ പിന്നെ പറയാൻ പുള്ളി ഇതെല്ലാം എനിക്ക് ജ്ഞാനാത്മാവി മനസ്സിലായെന്നുള്ളത്. കർത്താവ് ഞാനിത് എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനെല്ലാം ഇവിടെ നടക്കരുത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി വലിച്ച് കരക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് പുല്ലേ കൂടെ നടക്കാൻ പാടില്ല. ഞാൻ പറയില്ല, ഈ പുല്ലിൽ ഞാൻ നടക്കുക. കർത്താവിനെ സ്തുതിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ തൊണ്ട തുറന്നു. തൊണ്ട തുറന്നപ്പോൾ ഞാനിങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നല്ലോ അതിനെ തുപ്പി. പുള്ളി വീണ്ടും കയറി പിടിച്ചു. സത്യമായിട്ട് തന്നെ ബോസ് നിങ്ങൾ എന്നെ അകത്താക്കും. ഞാൻ ചെറുതാണ് പാസ്റ്റേ, തുപ്പാനും പാടില്ലേ? അപ്പൊ പുള്ളി പറഞ്ഞു തുപ്പിയ 7 രൂപ രാജ്യത്ത് പെനാൽറ്റി അടക്കം. 7 രൂപയാണ് ശിക്ഷ. 7 രൂപയാണോ? അപ്പം ഒന്നോടത്ത് 7 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു അതല്ല, 1 രൂപ വെച്ച് 7 രാജ്യത്ത് അടക്കണം. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം ഇത് പറഞ്ഞു തന്നാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പറഞ്ഞു തന്നാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ല നമ്മളെങ്ങനെ അറിയാൻ? ഇവിടെ അകത്തിരുന്നിട്ട് പെരയുടെ അകത്തിരുന്നിട്ട് വാഷ് ബേസിൽ പോയി തുപ്പാതെ ആ കസേര തന്നെ ഇരുന്നിട്ട് പുറത്ത് തുപ്പുന്ന ആൾക്കാരുണ്ട്. അതാണ് അല്ലേ? ഇത് പറഞ്ഞു കൊടുത്താലല്ലേ പറ്റൂ. കർത്താവിനെ സ്തുതിക്കും. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞങ്ങൾ വീട്ടിലോട്ട് കയറിയപ്പോൾ അവ വളരെ ഫാസ്റ്റായിട്ട് തുപ്പൽ വിളിക്കും. അല്ലെങ്കിൽ മോന്തിരുന്നേനും കാരണം കസേര എന്നിട്ട് കറക്റ്റ് തുപ്പിയതാ. ഈ സ്വരം കേട്ടോണ്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നില്ല, അല്ലെങ്കിൽ ഉണ്ട് അച്ചു കുത്തിയതുപോലെ. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ അവർ തുപ്പാൻ അറിയുന്നല്ല, കാരണം മുറ്റത്തേ പോകുള്ളൂ തുപ്പൽ. കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ ആ ഏരിയയിൽ ആരെങ്കിലും വന്ന് സ്പ്രേ അടിച്ചതുപോലെ കർത്താവ് ഇത് നമുക്ക് പറഞ്ഞു തന്നാലല്ലേ പറ്റൂ. പറഞ്ഞു തന്നാലേ പറ്റൂ. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞ് പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരു ചിന്ത മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. ഓക്കെ, കർത്താവിനെ സ്തുതിക്കുന്നു. എഫെസ്യർ ലേഖനം 2 അതോടെ വായിച്ച നിർത്താൻ വായിച്ചു. ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളുവിൻ. പക്ഷെ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി വന്നപ്പോൾ ഒരു പത്രോസ് പറയാണ് നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. അതിന്റെ വാക്യം 1-2 വാക്യം കൂടെ വായിച്ചാൽ പെട്ടെന്ന് പിടികിട്ടും. 13-ാം വാക്യം വായിച്ച് അതിന്റെ തന്നെ എഫെസ്യർ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മളെ കുറിച്ച് പറഞ്ഞ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി ദൈവത്തോടടുത്തു. ആമേൻ പറ. എവിടെ ഇരിക്കുന്നത്? കർത്താവിനോട് അടുത്തേക്ക്. ആമേൻ പറ. എന്ത് ഭാഗ്യം! അത് വിശ്വസിച്ചാലേ അത് പറ്റൂ. നമ്മളിരിക്കുന്ന ഇവിടെ കർത്താവിനോട് അടുത്ത, മനസ്സിലായോ? കർത്താവിനോട് ചേർന്നിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ സമീപസ്ഥരായി. അകന്നു പോയിരുന്നതിനെ ദൈവം അടുപ്പിച്ചു. ചേർന്ന് മുഖപക്ഷമില്ല. ഒരിക്കലും യേശു ക്രിസ്തുവിനോട് അടുത്തിയെല്ലാം നമുക്ക് കഴിയില്ലായിരുന്നു. കാരണം നമ്മുടെ പദവി അവിടെ എഴുതിയിട്ടുണ്ടല്ലേ.
ദൈവമില്ലാത്തവരും പ്രമാണമില്ലാത്തവരും അവൻ തേജസ് ഇല്ലാത്തവരും വാഗ്ദത്വമില്ലാത്തവരും ഒക്കെ ആയിരുന്നു നമ്മളെ. പക്ഷെ യേശു ക്രിസ്തു ചെയ്തത് അവന്റെ സമീപത്തോട് നമ്മളെ കൊണ്ടുപോകും. ഒരിക്കലും നമുക്ക് അടുക്കാൻ കഴിയില്ല. ജാതികളായിരുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ജാതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വില മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ ദൈവം ചെയ്ത ആ കാര്യത്തിന്റെ വില അത്രയ്ക്ക് ഗൗരവമാണ്. ഒരിക്കലും നമുക്ക് ഈ സ്ഥലത്ത് വരാൻ കഴിയില്ലായിരുന്നു. അതിന്റെ ഗൗരവം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ആ ഫീൽ ചെയ്താൽ നമ്മൾ അറിയാതെ സ്തോത്രം പറയും. ഇപ്പൊ നിൽക്കുന്ന ആ പൊസിഷനിൽ നമ്മുടെ മനുഷ്യായുസ് വിചാരിച്ചാൽ വരാൻ പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ എത്തി. ആ സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ട് നിർത്തി. ഒരിക്കലും വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് മുഴു ലോകത്തേക്കാൾ വിലയാണ്. ഈ ഭൂമി മുഴുവൻ വിറ്റാലും ഒരാത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് വലിയൊരു വിലയാണ് കർത്താവ് നമുക്ക് ദാനം തന്നത്. ആമേൻ പറ. മനസ്സിലായി? അതിനകത്ത് അവൻ മുഖപക്ഷ കാണിച്ചില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് യേശു കർത്താവ് ഈ കനാന്യ സ്ത്രീയുടെ സിറോഫെനിക്ക വംശത്തിൽപ്പെട്ട ആ കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മക്കളെ തിരക്കാ വന്നത്, സ്വന്തത്തിലേക്ക് വന്നത്, സ്വന്തം മക്കളുടെ ഇടയിലേക്ക് വന്നത്, നായ്ക്കുട്ടികൾക്ക് ഇത് കൊടുക്കത്തില്ല. കർത്താവ് വന്നതൂടെ തന്റെ 33.5 വയസ്സിനകത്ത് ആ 30 വയസ്സ് ഒരു 3 വർഷത്തെ ശുശ്രൂഷയുടെ സമയത്ത് യേശു പറയുന്നത്, താൻ മക്കളെ അന്വേഷിച്ചു വന്നു, കണ്ടില്ല. പക്ഷെ അവളെ വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോഴും കർത്താവ് പറഞ്ഞ യോഹന്നാൻ അവിടെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാ, നമ്മളെ കുറിച്ച് പറയുന്നത് നാട്ടൊലിവെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, കാട്ടൊലിവായിരുന്നു. നീ വിശ്വാസത്താൽ നിലനിൽക്കുന്നു, യേശുവിനെ വിശ്വസിച്ചു, അതുകൊണ്ട് നിലനിൽക്കുന്നു. പക്ഷെ അടുത്ത പദം അവിടെ എഴുതിയിട്ടുണ്ട്, ഞെളിയാതെ ഭയപ്പെടുക. മനസ്സിലായോ? നാട്ടൊലിവിനെ ദൈവം തള്ളി, കാട്ടൊലിവാൻ നമ്മെ ചേർത്ത് നിർത്തിയിരിക്കും. ഇപ്പോൾ എങ്ങനെ? യേശുവിനെ വിശ്വസിച്ചു ഒറ്റ കാരണത്താൽ. ഇന്ന് നാം അനുഭവിക്കുന്ന ദൈവകൃപയും ആ സമാധാനവും തേജസ്സും പുത്രത്വവും വാഗ്ദത്വവും നിയമങ്ങളും എല്ലാം യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം കിട്ടിയത്. ഈ ഒരൊറ്റ കാരണത്താലാണ് ഇനി കർത്താവ് വീണ്ടും വരുമ്പോൾ ഇവിടുന്ന് പറന്നുയരുന്നത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ആ ഭവനം ഒരുക്കിയിരിക്കുക, വിശിഷ്ടമായ ഭവനം. മക്കൾ അനുഭവിക്കേണ്ട ആ പദവി കൃപയാൽ ഞാനും നിങ്ങളും അനുഭവിക്കാം. സ്വന്തം മക്കൾ അനുഭവിക്കേണ്ട, അത് യഹൂദൻ അനുഭവിക്കേണ്ട ആ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ രക്തം. കാരണം നമുക്ക് അവിടെ വരാനായിട്ടുള്ള ഏക യോഗ്യത യേശുവിന്റെ രക്തമാണ്. ആ കാൽവരി ക്രൂശിൽ ആമേൻ ഗർഭത്തിൽ തലയോടിയിടം എന്ന് പറയുന്ന സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ ആ അവിടെ നടന്ന ശിക്ഷാവിധി ഇന്ന് നമുക്ക് പുത്രത്വം ലഭിച്ചു. കർത്താവിനെ സ്തുതിക്കുന്നു. ആ യോഗ്യതയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ശിക്ഷാവിധി ഇല്ലാതെ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുക, യേശു ക്രിസ്തുവിനെ നീചമായ പീഡനത്തിലൂടെ അവരെ കടത്തിവിട്ടു, കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയി. അവൻ ഒരിക്കലും ഒരു ദൈവമനുഷ്യൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ താടിയും രോമവും എല്ലാം കോയിൻ ചേർത്ത് പിടിച്ചാണ് പറിച്ചു കളഞ്ഞത്. ഒരു രോമം പറിച്ചു നോക്കുക, അതിന്റെ വിഷമം അറിയാൻ പറ്റും. താടിയും രോമവും ഒക്കെ ഇവിടെയുള്ള മീശയൊക്കെ കർത്താവിനെ കോയിൻ ചേർത്ത് പിടിച്ച് പറിച്ചു കളഞ്ഞു. ഇനി പ്രവാചകൻ എഴുതിയിരിക്കുന്നു, കണ്ടാൽ ആളല്ലാതെ വണ്ണം വികൃതനായി, ചാട്ടയ്ക്ക് അടിച്ച് ശരീരം മുഴുവൻ തകർത്ത് കളഞ്ഞു. ഇനി ഭാരമേറിയ വലക്കുരിശ് കർത്താവിനെ കൊണ്ട് ചുമപ്പിച്ചപ്പോൾ തനിക്ക്, യഹൂദനാണ് യേശു, 33 വയസ്സ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ഏത് കുരിശും പൊക്കാനുള്ള ഹെൽത്ത് തനിക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ ഭാരമുള്ള വലക്കുരിശ്. അതുകൊണ്ട് യേശു ആ കുരിശെടുത്ത് ഇവരുടെ അടിയും ഇത്ര മൃഗീയമായ പീഡനത്തിലൂടെ കർത്താവ് കുരിശെടുത്ത് വീണ്ടും എഴുന്നേറ്റും അവർ പറഞ്ഞ ആ ഗൊൽഗോഥ വരെ കർത്താവ് നടന്നെടുത്തു. ഇനി ഗൊൽഗോഥയിൽ ചെന്നിട്ട് പൂർണ്ണ നഗ്നനായി യേശുവിനെ ക്രൂശിൽ തറച്ചു. ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവര് ദാഹിക്കുന്ന സമയത്ത് പോലും കൈപ്പേറിയ വെള്ളം യേശുവിന് കുടിക്കാൻ കൊടുത്തു. കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ നീചമായി തലയിൽ വെച്ചിരിക്കുന്നത് വെയിൽ കൊള്ളാതിരിക്കാൻ വെച്ച മുൾക്കിരീടമാണ്. അടിച്ചവര് തലയിൽ ഇറക്കി. മൊത്തം ശരീരം. അന്നത്തെ യഹൂദന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ തെറ്റ് ചെയ്താൽ ചാട്ടയ്ക്ക് 39 അടി, എന്നാൽ 39 മല്ല 300 മല്ല 1000കണക്കിന് അടി അപ്പുറവും ഇപ്പുറവും നിന്ന് കൊലക്കുറ്റത്തിന് വിധിച്ചിരിക്കുന്ന യേശുവിനെ മാറി അവരടിച്ചു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഉഴവ് ചാലുവൽ അവന്റെ ബോഡിയായി തീർന്നു, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു. ഓർക്കുക, ഈ കൃപ നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോൾ, ഈ കൃപ സിമ്പിളായിട്ട് നീ കളയുമ്പോൾ, ആവശ്യമില്ലാത്ത നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഓർക്ക് അനുഭവിച്ച ഒരു യേശു ഉണ്ട്. മനസ്സിലായോ? ദൈവകൃപ അവൻ അലക്ഷ്യമാക്കുമ്പോൾ ഓർക്കുക, കഷ്ടാനുഭവത്തിലൂടെ പോയൊരു യേശു കർത്താവുണ്ട്. സ്വന്തം കാര്യത്തിനോട് സംസാരിക്കുമ്പോൾ ഓർക്കുക, ഈ പീഡാനുഭവത്തിലൂടെ പോയൊരു യേശു ഉണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. അത്രയും കഷ്ടാനുഭവത്തിലൂടെ കടന്ന് കാൽവരിയിൽ കുറിച്ചുകൂടെ പിന്നത്തെ അവിടെ കൊണ്ട് തീർന്നില്ല. മരിച്ചു 3 ദിവസം അധമപാതാളത്തിലേക്ക്, നരകത്തിലേക്ക് ഇറങ്ങിപ്പോയി.
ആ നരകശിക്ഷ ആത്മാവിൽ അനുഭവിച്ചതിന് ശേഷമാണ് കൊലോസ്യലേഖനം പറയുന്നത് ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇറങ്ങി പുത്രനെ അവിടെ ജീവിപ്പിച്ചു, അവർ ഉയർത്തെഴുന്നേറ്റു. അത്രയും കഷ്ടാനുഭവത്തിലൂടെ പോയത് കൊണ്ടാണ് ഇന്ന് നാം ഈ കൃപയിൽ നിൽക്കുന്നത്. ആമേൻ പറ. പുകഴാനൊന്നുമില്ല, കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നുമില്ല പുകഴാൻ, ഒന്നുമില്ല. നമുക്കുള്ളത് മുഴുവൻ കൊടുത്താൽ പോലും ഒരു കണിക, ആ ദൈവകൃപയുടെ ഒരു കണിക പ്രാപിക്കാൻ കഴിയില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. നഷ്ടപ്പെട്ടാൽ ഇവിടുന്ന് നേരെ പോകുന്ന അഥമ പാതാളത്തിലേക്ക്, തീയിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ തീ ഒഴിഞ്ഞ് നരക ഒഴിഞ്ഞ് ആയുസ് നിന്ന്, ആരോഗ്യം നിന്ന്, ദൈവസാന്നിധ്യം നിന്ന് ഇന്നും ബലത്തോടെ നിർത്തിയിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. പിടികിട്ടുന്നുണ്ടോ? മുഖപക്ഷമില്ല. അതുകൊണ്ട് ഈ രക്ഷയുടെ വലിപ്പവും മഹത്വം അറിഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഇത്ര ഭയങ്കരമായ രക്ഷയെ നീ അഗണ്യമാക്കിയാൽ. പിടികിട്ടുന്നുണ്ടോ? ഇത്ര ഭയങ്കരമായ ഈ രക്ഷ എന്താ ഇത്ര ഭയങ്കരം? മാനവകുലത്തിൽ ആരും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇതുപോലെ മൃഗീയ ശിക്ഷ ഏറ്റിട്ടില്ല. അത് നാട്ടുകാർക്ക് വേണ്ടി, പിടിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അത്രയും ഭയങ്കരമായ രക്ഷയെ അഗണ്യമാക്കിയാൽ, അഗണ്യമാക്കി, സിമ്പിൾ ആയിട്ടല്ല ചിലർ പറയും. ഇത്രയും ഭയങ്കരമായ രക്ഷ ലഭിച്ചിട്ട് മീറ്റിംഗ് ലക്ഷ്യമാക്കരുത്, ദൈവകൃപ ലക്ഷ്യമാക്കരുത്, ആത്മീയ ജീവിതം അലക്ഷ്യമാക്കരുത്, സമശിഷ്ടങ്ങളോടുള്ള ബന്ധങ്ങൾ അലക്ഷ്യമാക്കരുത്. പിടികിട്ടുന്നുണ്ടോ? അവിടെ എന്റെ സ്വഭാവം വെളിപ്പെടരുത്, അവിടെ എന്റെ ശീലങ്ങൾ വെളിപ്പെടരുത്. കാരണം ഇത്രയും ഭയങ്കരമായ രക്ഷ കർത്താവ് നമുക്ക് അതിനെ അഗണ്യമാക്കിയാൽ വരുവാനിരിക്കുന്ന ക്രോധാഗ്നി മാത്രമേ ശേഷിക്കുകയുള്ളൂ. പക്ഷെ ദൈവത്തിന് മുഖവിഷയമില്ല. ഏത് ടൈപ്പിലുള്ളവരെ ദൈവം രക്ഷിച്ചു. ആമേൻ പറ. ഏത് പ്രകൃതി കിടന്നതിനും ദൈവം രക്ഷിച്ചു. പക്ഷെ അതിന് കൊടുത്ത വില കാൽവരി ക്രൂശാ, പുത്രന്റെ രക്തമാ, ആ കഷ്ടാനുഭവം, ആ പീഡനമാ, ആ തല മുതൽ പാദം വരെ അടിച്ചു തകർക്കപ്പെടുകയായിരുന്നു. സ്പിരിറ്റ് അധമപാതാളത്തെ ശിക്ഷയേറ്റു. ഇനി പരസ്യമായി നിന്ദിക്കപ്പെട്ടു, കാർക്കിച്ചവർ തുപ്പി, ക്രിസ്തുവിന്റെ കർണത്തടിച്ചു, അവന്റെ രോമം പിഴുതെടുത്തു, അവന്റെ തലയിൽ അവർ മുള്ളാണികൾ അടിച്ചിറക്കി, കാലുകളും കൈകളും അവൻ ക്രൂശിൽ നിറച്ചു. നീച്ചനെ പോലെ, ഒരു നീച്ചപ്പാടിയെ പോലെ യേശു ക്രിസ്തു പിടഞ്ഞു മരിച്ചത് ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയിൽ ഞാനും നിങ്ങൾ എത്തേണ്ടതിന്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിന് മുഖപക്ഷമില്ല, കർത്താവിന് മുഖപക്ഷമില്ല. നമ്മൾ തന്നെ പാപം ചെയ്തവരുടെ കൂട്ടത്തിൽ പാപത്തിന്റെ ലിസ്റ്റിൽ തന്നെ വ്യത്യാസം കാണും. ഒരുപാട് ചെയ്തവർ കാണും, കുറച്ച് ചെയ്തവർ കാണും, കൂടുതൽ ചെയ്തവർ കാണും, ഒട്ടും ചെയ്യാത്തവർ കാണും, കുറച്ചൊക്കെ ചെയ്തവർ കാണും. അങ്ങനെ പല ടൈപ്പ് ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും വേണ്ടി യേശു ഇത് അനുഭവിച്ചു. അവന് മുഖപക്ഷമില്ല. ഈ നിൽക്കുന്ന കൃപയിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ആ ദൈവത്തെ നാം എത്ര നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ലഭിച്ച ദൈവകൃപ ഇനി എന്തോ ചെയ്യുന്നു? അലക്ഷ്യമാക്കരുത്. അങ്ങനെ ഈ ക്രൂശിൽ നമുക്ക് രക്ഷ തന്നെങ്കിൽ ആ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചത് തമ്മിൽ ഇനി ക്ലാഷ് ഉണ്ടാകരുത്, ഇനി ഫൈറ്റ് ഉണ്ടാകരുത്, ഇനി പിണങ്ങരുത്, ഇനി ശാഠ്യം നീ കാണിക്കരുത്, നിർബന്ധ ബുദ്ധി കാണിക്കരുത്. കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ പണിയപ്പെട്ടില്ലെങ്കിൽ വരുവാനിരിക്കുന്ന ക്രോധാഗ്നി ഉള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. പിടികിട്ടുന്നുണ്ടോ? ദൈവവചന പ്രബോധനം നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഉദ്യോഗദേശിക്കുമ്പോൾ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് തന്നെത്താൻ താഴ്ത്താൻ തയ്യാറാകണം. എങ്കിലേ പണിയപ്പെടുള്ളൂ. അല്ലാത്തതിനെ ക്രിസ്തുവിന്റെ കാഹളം വലിക്കുമ്പോൾ എടുക്കപ്പെടില്ല. ഇനി മറ്റൊരു കാര്യം കർത്താവിനെ ഓർപ്പിക്കുന്നു. നമുക്ക് എങ്ങനെ വേണേലും ആരുടെ മുന്നിലും വ്യാജം കാണിക്കാം. അപ്പൊ അതും കേട്ടോ, കർത്താവിന് വേണ്ടി പറ്റില്ല. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും നമ്മുടെ ഹൃദയ നിരൂപണവും ദൈവം ഉള്ളതുപോലെ അറിയുന്നു. പിടികിട്ടുന്നുണ്ട്? ക്രിസ്തുവിന്റെ മുന്നിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല, പറ്റില്ല. നാം പിടിക്കപ്പെടും. ഒരു ദിവസം നമുക്ക് ആ ശിക്ഷ ഉറപ്പായി കിട്ടുകയും ചെയ്യും. കർത്താവിനെ സ്തുതിക്കുന്നു. ആ കാലിനെ ക്രൂശ് ചെയ്ത് ഓർത്തിട്ട് അനുഗമിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. കർത്താവിന് മുഖപക്ഷം ഇല്ല, മുഖപക്ഷമില്ല. അപ്പൊ അവിടെ പത്രോസ് വാങ്ങ വന്നത് ഈ ഒരൊറ്റ ദൂത് പറയാനാ. എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? ഞങ്ങൾക്കൊരു പദവിയുണ്ട്, ഞങ്ങൾ യഹൂദന്മാരാ. പക്ഷെ കൊർന്നേലിയോസേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ഇന്ന് ഞങ്ങൾ പ്രാപിച്ച അതേ ആത്മാവിനെയും അതേ തേജസ്സിനെയും അതേ വാഗ്ദത്തവും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ പറയാമോ? പത്രോസ് യഹൂദനാണ്, അവർക്ക് ജാതികളായിട്ട് അവൻ സമ്പർക്കമില്ല. അതുകൊണ്ട് ജാതികളും യഹൂദന്മാരും തമ്മിൽ എത്ര ഡിസ്റ്റൻസാ. വിവാഹം വിളിച്ചാൽ അവർ പോവുകയില്ല, ഒരു കാര്യത്തിലും അവരുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഇവിടെ ജാതീയനായ കൊർന്നേലിയോസ് പത്രോസിനെ വിളിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ പത്രോസ് പറയുന്നതാണ്, ദൈവത്തിന് മുഖപക്ഷം, അത് നീ ആദ്യം അറിയണം എന്ന് പറഞ്ഞാൽ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ പാപമുള്ളവരാകട്ടെ ഏത് പ്രകൃതക്കാരനുമാകട്ടെ നിന്നെ രക്ഷിപ്പാൻ ഒരു യേശുണ്ട്.
ആ യേശുവിന് മുഖപക്ഷമില്ല. നീ കൊടുക്കുന്നത് കൊണ്ടോ ദാനധർമ്മം ചെയ്യുന്നതുകൊണ്ടോ ജീവിതം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല, യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, യേശു കട്ടാൻമുഖത്തിലൂടെ പോയതുകൊണ്ട് ആ രക്ഷിച്ച കർത്താവ് ഇതിന്റെ നടുവിലുണ്ട്. ആ കർത്താവിന് മുഖപക്ഷമില്ല. ഓ, അവരോട് കൂടുതലാണോ? ഇല്ല. എല്ലാവരോടും കർത്താവ് ഒരുപോലെ. മുഖപക്ഷം ഇല്ലാത്തവർ ഇതിനകത്തുണ്ട്. അവൻ നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും. ഉടാമനാസിയ അഭിഷേകമുള്ള വലിയ ചർച്ചയൊന്നും വേണ്ട. ദൈവം മുഖപക്ഷമില്ലാത്തവനാ. അവൻ നിന്നെ അനുഗ്രഹിക്കും. ഓ, ഉടൽക്കമനക്ഷത്തെ അതിനുവേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ ആരും ഒന്നും ചെയ്യണ്ട. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. അവന് മുഖപക്ഷമില്ല. ഈ പകൽ നിന്റെ ഹൃദയങ്ങളെ അറിയുക. കുഞ്ഞ് നിന്നെ തൊട്ട് സൗഖ്യമാക്കട്ടെ. നിന്റെ അകം കണ്ട് അവൻ നിന്നെ വിടുവിക്കട്ടെ. നിന്നെ അവൻ ആശ്വസിപ്പിക്കട്ടെ. നിന്നെ അവൻ സൗഖ്യമാക്കട്ടെ. നിന്നെ കെട്ടവൻ അയക്കട്ടെ. നിന്നെ അവൻ വർദ്ധിപ്പിക്കട്ടെ. എല്ലാ മണ്ഡലത്തിലും വിടുവിക്കട്ടെ. ഓ, ക്രൂശിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല. എഫെസ്യർ 2:13 പറയുന്ന വാക്യം അതാ. ഞാൻ നിർത്തുക, സമയം പോകുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. 2:13 ഒന്നുകൂടെ വായിച്ച് നിർത്തിയേക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നമ്മളിപ്പോൾ ഇരിക്കുക കർത്താവിന്റെ കൂടെ സമീപസ്ഥരാണ്. അതിന്റെ പേരാ നിത്യതയിൽ സ്വസ്ഥത. ഞാൻ ഒരിക്കൽ തൊട്ട് തുടങ്ങിയത് സ്വസ്ഥത. നമ്മളിപ്പോൾ കർത്താവിന്റെ കൂടെ സമീപസ്ഥരാണ്. കർത്താവിന് മുഖപക്ഷം ഇല്ല. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങൾ നടത്താം. ചർച്ചിലുള്ള ദൈവമക്കൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വൈകല്യങ്ങളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. പക്ഷേ യേശുവിന് മുഖപക്ഷമില്ലാത്തതുപോലെ ചർച്ചിൽ ക്രിസ്തുവിൽ ജനിച്ച ദൈവമക്കൾ തമ്മിൽ മുഖപക്ഷമില്ലാതെ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യമത്യപ്പെട്ട നാമേ നിന്നെ പ്രസാദിപ്പിപ്പാൻ നീ കൃപ ചെയ്തു മാറാകട്ടെ. ഈ ദൂത് കേട്ട ജനം ഹൃദയം കടനപ്പെട്ടു പോകാതെ മാനസാന്തരത്തോടെ ഈ ദിവസങ്ങളിൽ അതിന്റെ ഫലം കായ്ക്കുമാറ് കർത്താവെ നീ ഇടവരുത്തണമേ. തന്റെ മക്കളെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അപ്പത്തിന് ചെയ്തു നോക്കും. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.